ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. നല്ല സമയത്തിനായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നാം അന്നിരുന്ന സമയം മുതൽ അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യം നമ്മുടെ മധ്യേ വ്യാപരിക്കുന്നുണ്ടായിരുന്ന പാട്ടുകളിൽ കൂടെ ഓൾറെഡി നമുക്ക് നല്ല മെസ്സേജുകൾ കർത്താവ് തന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഓരോ പാട്ടുകൾ, ഓരോ വരികളും നമുക്ക് ഏറ്റവും അനുഗ്രഹവും ആശ്വാസപ്രദവുമായിരുന്നു. ബലഹീനതയോടെ ഹല്ലേലൂയ പലരും ഹല്ലേലൂയ ആയിരിക്കുന്നുവെങ്കിലും ഹല്ലേലൂയ വളരെ വാഞ്ചയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നു എന്ന് ദൈവാത്മാവ് അറിയിക്കുന്നു. വാഞ്ചയോടെ ദൈവശബ്ദം കേൾക്കുവാൻ, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിപ്പാൻ, ബലം പ്രാപിപ്പാൻ തക്കവണ്ണം അടുത്ത് വന്നിരിക്കുന്ന ദൈവജനത്തെ ഒരു നാളും കൈവിടാത്ത, അല്ലെങ്കിൽ ഉപേക്ഷിക്കാത്ത നല്ല കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. നമ്മൾ രണ്ടോ മൂന്നോ പേര് അവന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യം ഉണ്ടെന്ന് അരുളി ചെയ്ത കർത്താവ് വാസ്തവമായി നമ്മുടെ മധ്യത്തിലുള്ളതിനാൽ സ്തോത്രം. ശത്രു അനേക സൂത്രങ്ങൾ നമുക്കെതിരെ ഹല്ലേലൂയ കൊണ്ടുവന്നാലും ഹല്ലേലൂയ കർത്താവ് നമുക്ക് വേണ്ടിയുണ്ടെങ്കിൽ അവനൊരു വാതിൽ തുറന്നാൽ അത് അടയ്ക്കുവാൻ ആർക്കും കഴിയില്ല. ഇന്നലെ പൽക്കാലവും ഈ ദൈവശബ്ദം എന്നെ കേൾപ്പിപ്പാൻ ഇടയായി. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. പലപ്പോഴും ഹല്ലേലൂയ ബലഹീനതാണ്, അശക്തരാണ്, ഒന്നും കഴിയുന്നില്ലല്ലോ കർത്താവ്, ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ലല്ലോ, മുൻപോട്ട് എങ്ങനെ പോകുമെന്ന് വിചാരിക്കുമ്പോൾ കർത്താവ് പറയും, നീ നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എന്റെ വചനങ്ങളെ കാത്ത് എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. വാസ്തവമായി കർത്താവിന്റെ നാമത്തെ മുറുകെ പിടിച്ചുകൊണ്ട് യേശു കർത്താവിന്റെ നാമത്തിലുള്ള വിടുതല് നമ്മൾ ക്ലെയിം ചെയ്യുമ്പോൾ നമുക്കൊരു വലിയ ഹല്ലേലൂയ ബലം, വലിയ ശക്തി ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പകർന്നു തരുവാനിടയായി തീരും. ഹല്ലേലൂയ. നമുക്കെതിരായ അനേക സൂത്രങ്ങൾ ഹല്ലേലൂയ ശത്രുപ്പിക്കുമ്പോൾ ഹല്ലേലൂയ ഒരായുധവും ഫലിക്കുവാൻ അനുവദിക്കാതെ അവൻ നമ്മോട് കൂടെ ഇരിക്കുന്നതിനാൽ ഹല്ലേലൂയ നമ്മുടെ വലങ്കരം പിടിച്ച് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്യുന്ന ദൈവ കരുത്തിനായി, ദൈവ ശബ്ദത്തിനായി നമുക്ക് രാവിലെ സമയം സ്തുതിക്കാം. എത്രത്തോളം നമ്മെ സ്നേഹിച്ച് നമ്മുടെ കൂടെ നടക്കുവാൻ കഴിയുന്ന വേറൊരു ദൈവവുമില്ല. ഹല്ലേലൂയ. അനേകര് ദൈവത്തെ ചുമന്നുകൊണ്ട് നടക്കുമ്പോൾ നമ്മുടെ ദൈവം നമ്മെ ചുമക്കുകയും വഹിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്ന കർത്താവാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. തുടക്കത്തിലെ പാട്ടിൽ പറഞ്ഞു കർത്താവ് നാം നരകയോഗ്യരായിരുന്നവരൊക്കെ നമുക്കൊരു അധികാരവും അവകാശവും ഇല്ലായിരുന്നു. കർത്താവ് എന്നെ സ്വർഗത്തിൽ എത്തിക്കണമെന്ന് പറയുവാൻ നമ്മൾ അപ്രാപ്തരും അയോഗ്യരും ഹല്ലേലൂയ ആയിരുന്നു, നാശകൂപത്തിലായിരുന്നു. എന്നാൽ അവൻ തന്നെ താനെ ഇറങ്ങി വന്ന ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ അരിഷ്ടാവസ്ഥ കണ്ട ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഹല്ലേലൂയ താൻ തന്നെ സമർപ്പിച്ച് ഇറങ്ങി വന്ന് നമ്മളെ രക്ഷിപ്പാൻ മനസ്സ് തോന്നിയെങ്കിൽ നിശ്ചയമായിട്ടും ആ കർത്താവ് നമ്മുടെ സകല വിഷയത്തിനും മതിയായ ദൈവമാണ്. നമ്മെ വിടുവിപ്പാനും സഹായിപ്പാനും ശക്തീകരിപ്പാനും ഇന്ന് രാവിലെ സമയം ഹല്ലേലൂയ നമ്മോട് കൂടെ ഉള്ളതിനാൽ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ കർത്താവ് നമുക്ക് തന്നല്ലോ. അവന്റെ വിശുദ്ധി പ്രാപിപ്പാൻ നമ്മെ വിളിച്ചിരിക്കുകയാണ്. അവൻ നമ്മുടെ ദൈവമാണ്, എൽ ശദായിയാണ്, അവൻ എലോഹീം ആയിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ ഷമ്മാണ്, അവൻ റാഫാണ്, ഷാലോമാണ്. ഹല്ലേലൂയ. ഇന്ന് സൗഖ്യമില്ലാതിരിക്കുന്നവരെ വിടുവിപ്പാൻ അവനുണ്ട്. സമാധാനമില്ലാതെ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ ഹല്ലേലൂയ വലിയ ദൈവിക സമാധാനം ഉള്ളിലേക്ക് നദി പോലെ ഒഴുക്കി തരുവാൻ കഴിയുന്ന ജീവനുള്ള നല്ല കർത്താവാണ് നമ്മുടെ മധ്യത്തിലുള്ളത്. അവന്റെ വാഗ്ദത്തങ്ങൾ എല്ലാം ആമേൻ എന്നുള്ളതാണ്. അതിനൊരു വള്ളിപുള്ളി മാറുകയില്ല. എന്തെങ്കിലും ഹാലിൽ സംഭവിക്കാതെ ഇരിക്കുന്നുവെങ്കിൽ നമ്മുടെ അവിശ്വാസമോ നമ്മുടെ കുറവുകളോ ആണെങ്കിൽ ദൈവത്തോട് നമുക്ക് ഇന്ന് രാവിലെ സമയം അടുത്ത് എന്ന് പറയാം, കർത്താവേ എന്റെ അവിശ്വാസത്തെ ക്ഷമിക്കണമേ, ഹല്ലേലൂയ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ, നിന്റെ നാമത്തെ മുറുകെ പിടിക്കുവാൻ എനിക്ക് കൃപ തരണമെന്ന് ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് കൃപാസനത്തോട് അടുത്ത് തന്ന ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ അപേക്ഷിക്കാം. കട്ടൊലിവായിരുന്ന നമ്മെ അവൻ വിടുവിച്ചല്ലോ, രക്ഷിച്ച് വെട്ടിയെടുത്ത നാട്ടൊലിവാകുന്ന നല്ല കർത്താവിനോട് ഒട്ടിച്ചേർത്ത് അതിന്റെ നല്ല ഫലങ്ങളെ കായ്പാണ്ട കുണം വിളിച്ചു വേർതിരിച്ച് നമ്മെ ആക്കിയിരിക്കുമ്പോൾ ഹല്ലേലൂയ ഓ ദൈവ സാന്നിധ്യം വഹിക്കുന്നവരായി, ഹല്ലേലൂയ ക്രിസ്തുവിന്റെ പെട്ടകം ചുമക്കുന്നവരായി, കർത്താവിനോട് കൂടെ നടക്കുന്നവരായി ഹല്ലേലൂയ നമ്മെ ആക്കി തീർക്കേണ്ടതിന് വേണ്ടി രാവിലെ സമയം ഒന്നുകൂടെ നമ്മെ ഹല്ലേലൂയ ദൈവസന്നിധി സമർപ്പിക്കാം. ഹല്ലേലൂയ പരിശുദ്ധനാകുന്ന ദൈവം ഹല്ലേലൂയ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട എന്നരുളി ചെയ്യുന്ന ശബ്ദം, ഹല്ലേലൂയ ഭ്രമിക്കേണ്ട എന്നരുളി ചെയ്യുന്ന ശബ്ദം നമ്മോട് കൂടെയുള്ളതിനാൽ സ്തോത്രം. ശത്രുവിന്റെ സകല ബലത്തെയും കെടുത്തുന്ന ദൈവശക്തി പ്രാപിച്ചുവിടെ എഴുതുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവകരത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടുവാൻ ഹല്ലേലൂയ കർത്താവിന്റെ മകളെ ദൈവം സഹായിച്ചില്ലവരെ ഒന്നിച്ച് പാടിയപ്പോൾ വലിയൊരു ദൈവ സാന്നിധ്യം ഇവിടെ ഭരിച്ചു. പലരും വളരെ വാഞ്ചയോടെ അവലോടെ ദൈവസന്നിധിയിലായിരിക്കുന്നു ദൈവാത്മാവ് അറിയിച്ചു. ഹല്ലേലൂയ. ആകയാൽ ഹല്ലേലൂയ ആഗ്രഹത്തോടും താല്പര്യത്തോടും വാഞ്ചയോടും ഹല്ലേലൂയ പ്രതീക്ഷയോടും കൂടെ ആരൊക്കെ ദൈവസന്നിധിയിൽ കടന്നു വന്നിട്ടുണ്ടോ അവരെ ലജ്ജിപ്പിക്കാത്ത ഒരു ദൈവമാണ് നമ്മുടെ മധ്യത്തിലുള്ളത്. നമ്മെ ലജ്ജിപ്പിക്കാത്ത ഒരു ദൈവം, നമ്മുടെ മുഖം പ്രകാശിപ്പിക്കുന്ന ഒരു ദൈവം ഹല്ലേലൂയ നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന അമർത്യതയുള്ള ദൈവമായി ഹല്ലേലൂയ ഓ വെളിച്ചങ്ങളുടെ പിതാവ് നമ്മുടെ ജീവിതത്തിന്റെ ഇരുട്ടുകളെ മാറ്റി അതിനെ വെളിച്ചമാക്കുവാൻ, പ്രകാശമാക്കുവാൻ, അതിനെ വർദ്ധിപ്പിക്കുവാൻ ഹല്ലേലൂയ
അനുഗ്രഹിപ്പാൻ നമ്മോട് കൂടെ ഉണ്ടല്ലോ. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട കർത്തദാസിമാരാണ് എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ വചനം കേൾക്കുവാനും ജീവനും ചൈതന്യവും ശക്തിയും പ്രാപിച്ച് പുതുക്കം പ്രാപിച്ച് പ്രത്യാശ പുതുക്കുവാൻ തക്കോണം ഇന്ന് നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മെ വെറുതെ അയച്ചു കളയാത്ത ഒരു നല്ല കർത്താവുണ്ട്. അവിചാരിതമായിട്ട് ആരും ഹല്ലേലൂയ ദൈവസന്നിധിയിലായിട്ടില്ല. ഹല്ലേലൂയ പ്രതീക്ഷയോടെ വന്ന ആരെയും കൈവിടാത്ത ഒരു കർത്താവ് നമ്മുടെ മധ്യത്തിലുള്ളതിനാൽ നമുക്ക് ഒന്നിച്ച് അവന്റെ നാമത്തെ പുകഴ്ത്താം, ഉയർത്താം. അവിടുത്തെ വരവേറ്റം ആസന്നമായിരിക്കുന്ന ലോകത്തെമ്പാടും അല്ലെങ്കിൽ ഓരോ ദിവസങ്ങളിലും അനേക മീറ്റിങ്ങുകൾ ചെറിയതായും വലുതായും രഹസ്യമായും പരസ്യമായും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവജനം ആയിരിക്കുന്ന ഒരു വലിയ വിടുതലിന് വേണ്ടി ദൈവജനം പ്രത്യാശിച്ചും പ്രതീക്ഷിച്ചും കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഹല്ലേലൂയ ശ്രേഷ്ഠമേറിയ കരം ഹല്ലേലൂയ നമുക്കുണ്ട്. ഹല്ലേലൂയ പാട്ടിൽ പാടിയതുപോലെ നമുക്ക് മുൻപായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുന്ന, താമ്രക്കഥകളെ തകർക്കുന്ന, ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിക്കുന്ന ഹല്ലേലൂയ വാതിലുകൾ ഹല്ലേലൂയ അടയാതിരിക്കുവാൻ, കഥകുകൾ തുറന്നിരിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ജാതീയ രാജാവിനോട് കൂടെ ദൈവത്തിന്റെ കരം ഹല്ലേലൂയ ദൈവ പ്രവൃത്തിക്ക് വേണ്ടി ഒരുങ്ങിയെങ്കിൽ അവന്റെ പരിശുദ്ധ രക്തത്താൽ ഹല്ലേലൂയ വീണ്ടെടുക്കപ്പെട്ട തന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി, തന്റെ ഭക്തന്മാർക്ക് വേണ്ടി, തന്റെ മക്കൾക്ക് വേണ്ടി വലിയവ ചെയ്യുവാൻ കർത്താവാഗതനായിട്ടുണ്ട്. വിശ്വസിക്കാം. ഹല്ലേലൂയ വിശ്വാസത്തോടെ നമുക്ക് ഏറ്റെടുക്കാം. നമ്മുടെ അവിശ്വാസം അല്ലെങ്കിൽ നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് തടസ്സമായി തീരാതെ കർത്താവേ ഇതാ ഞാൻ വരുന്നു, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ കർത്താവേ നിനക്ക് സകലതും കഴിയും, എന്നെ വിടുവിപ്പാൻ, എന്നെ ശക്തീകരിക്കുവാൻ, എന്നെ ബലപ്പെടുത്താൻ, എന്റെ ഏത് ബലഹീന അവസ്ഥയിലും എന്റെ കുടുംബത്തിന്റെയും ഹല്ലേലൂയ ഞാനായിരിക്കുന്ന മണ്ഡലത്തിൽ അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നത്തിനും എന്റെ യേശു പരിഹാരകൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പാദപീഠം ചേരുമ്പോൾ ഹല്ലേലൂയ ഒരു വലിയ ദൈവ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിലേക്ക് വെളിപ്പെട്ട് വരുവാൻ ഇടയാകുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീണ്ടും വചനത്തിലൂടെ പാട്ടിലൂടെ ഒക്കെ നമ്മെ ഓർപ്പിച്ചത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. നമുക്ക് ഇങ്ങനെ ഒരു മീറ്റിങ്ങിനെ കർത്താവ് തന്നത് ഓർത്ത് സ്തോത്രം. യോഗ്യതയില്ലാതിരുന്ന സ്ഥാനത്ത്, കഴിവും ഹല്ലേലൂയ പ്രാപ്തിയും ഇല്ലാതിരുന്ന സ്ഥാനത്ത് ദൈവം ഒരുക്കിയ ശ്രേഷ്ഠമായ കരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ജോയിൻ ചെയ്ത എല്ലാ മക്കൾക്കും ക്രിസ്തു യേശുവിന്റെ ധന്യനാമത്തിൽ ഹല്ലേലൂയ വന്ദനവും സ്വാഗതവും അർപ്പിക്കുന്നു. ഹല്ലേലൂയ കർത്താവ് ധാരാളമായി ആയിരിക്കുന്ന ഇടങ്ങളിൽ സഹായിക്കട്ടെ. ഹല്ലേലൂയ പ്രത്യേകിച്ച് ഇന്ത്യക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇലക്ഷനൊക്കെ കഴിഞ്ഞു. ഹല്ലേലൂയ എപ്രകാരം എന്ന് കർത്താവ് നിർണയിച്ച പ്രകാരം അത് മുൻപോട്ട് പോകും. ദൈവം തന്റെ ജനത്തെ ഒരു നാൾ കൈവിടുകയില്ല. ശത്രുന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാത്ത കർത്താവ് അതാ അതിന്റെ നിലകളിൽ ഭംഗിയായി എല്ലാം ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് വീണ്ടും ഹല്ലേലൂയ ദേശത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന വിട്ടുകളയാതെ ഹല്ലേലൂയ ദൈവ പ്രവൃത്തി വെളിപ്പെടുവാൻ ആയിരങ്ങൾ പതിനായിരങ്ങൾ കൂട്ടം കൂട്ടമായി ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് ഹല്ലേലൂയ പിന്മാറിപ്പോയവരൊക്കെ മടങ്ങി വരുവാൻ, പ്രയാസപ്പെട്ടവരൊക്കെ ആശ്വാസം പ്രാപിപ്പാൻ തക്കോണം ഒരു വലിയ ദൈവകരം ഈ നാളുകളിൽ ചലിക്കുവാൻ തക്കോണം. പിന്നെ ഈ ദേശത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ദേശങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ കാലങ്ങൾ മുന്നോട്ട് പോകുന്തോറും ശത്രു ഇനിയും തനിക്ക് അല്പസമയമേ തന്റെ മുന്നിലുള്ള നോർത്ത് അതിശക്തിയോടെ ഉണർന്നിരുന്ന ഹല്ലേലൂയ ഒരു സെക്കൻഡ് നാം ഉറങ്ങുമ്പോൾ ഹല്ലേലൂയ അതിനപ്പുറമായിട്ട് ശക്തിയോടെ നമുക്കെതിരായി പോരാടി വെല്ലുവിളിച്ച് എങ്ങനെയെങ്കിലും വിശ്വാസപാതയിൽ നമ്മളെ തള്ളി താഴെയിടുവാൻ പരിശ്രമിക്കുമ്പോൾ ഹല്ലേലൂയ നാം ജാഗരൂകരായ ദിവസങ്ങളിൽ ഹല്ലേലൂയ ശക്തിയോടെ ദൈവസന്നിധിയിൽ കാത്തിരുന്ന് ജയം പ്രാപിപ്പാൻ തക്കോണം നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്ക് ഒരുക്കാം. ഹല്ലേലൂയ ക്ഷീണങ്ങൾ മറന്ന് കർത്താവിൽ സന്തോഷിപ്പാനിടയാകട്ടെ. നമ്മുടെ തലമുറകൾ ഹല്ലേലൂയ ഈ കാലഘട്ടത്തിൽ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയിലേക്ക് ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ കൈമാറുവാൻ, ദൈവശക്തി ഹല്ലേലൂയ അവരിലേക്ക് ഒഴുകുവാൻ തക്കവണ്ണം ശ്രദ്ധയോടെ മുട്ടിപ്പായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ശത്രു ഹല്ലേലൂയ തന്റെ സന്തതിയോട് പോരാടുവാൻ തക്കവണ്ണം മണലിൽ മേൽ നിന്നു എന്ന് ഹല്ലേലൂയ നാം വായിക്കുന്നു. ഹല്ലേലൂയ ജഡത്തോട് പോരാടുന്ന ഹല്ലേലൂയ ഈ മണ്ണിനോട് പോരാടി അതിനെ ജയിപ്പാൻ തക്കവണ്ണം അത് വെല്ലുവിളിച്ചുകൊണ്ട് വന്ന് നിൽക്കുന്ന പൈശാചിക ശക്തികളെ പോരാടി ജയമെടുക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ കാഴ്ചപ്പാട് പ്രാപിച്ച, ദർശനം പ്രാപിച്ച, ദൈവകൃപ പ്രാപിച്ച, അഭിഷേകം പ്രാപിച്ച ഹല്ലേലൂയ ദൈവമക്കൾ ഒന്നിച്ച് ചേർന്ന് നമുക്ക് ഉണരാം. അത് നാം പലയിടങ്ങളിലായിരിക്കുന്നു, നാം തമ്മിൽ പരസ്പരം അറിയയില്ലെങ്കിലും നമ്മുടെ മനസ്സ് ഹല്ലേലൂയ കർത്താവ് അറിയുന്നു. നാം ഒന്ന് ചേർന്ന് ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധി പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവകരം ഹല്ലേലൂയ ശക്തമായി ചലിക്കുവാനിടയായി തീരട്ടെ. ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ദേഹം ദേഹിയാത്മാവിനെ ഏൽപ്പിച്ച് സമർപ്പിച്ച് നാം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ പാട്ടുപാടിയ പ്രിയ ഹജറ്റിമോളെ കുടുംബത്തെ ഹല്ലേലൂയ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ പിന്നെ ചെയ്തെടുത്ത ദൈവരാജ്യത്തിന് അനേകരെ കൂട്ടിയെടുക്കുവാൻ, അനേകരെ ഉത്തേജിപ്പിച്ച് ഉണർത്തിയെടുക്കുവാൻ ഹല്ലേലൂയ ദൈവം പകർന്നിരിക്കുന്ന കൃപാവരങ്ങൾ ശക്തിയോടെ ഹല്ലേലൂയ അന്ത്യം വരെ വഴുതാതെ സൂക്ഷിക്കപ്പെട്ട് നിലനിർത്തിക്കൊണ്ടു പോകുവാൻ പ്രിയതിനെ ദൈവം ബലപ്പെടുത്തേണ്ടതിന് ഹല്ലേലൂയ പ്രിയ കുടുംബത്തെയും ഹല്ലേലൂയ പ്രിയ മാതാവിനെയും മകളെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ദൈവമായ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യട്ടെ. ഹല്ലേലൂയ കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഹല്ലേലൂയ ഞാൻ പറഞ്ഞതുപോലെ ഒരു വലിയ
ദൈവിക വിടുതൽ ആഗ്രഹിച്ചുകൊണ്ട് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഹല്ലേലൂയ ദൈവ ശബ്ദം കേൾക്കുവാൻ ജീവൻ പ്രാപിപ്പാൻ തക്കോണം കൂടി വന്നിരിക്കുന്ന ഓരോ കർത്താവിന്റെ മക്കളെയും ഒരു വാക്കിലെങ്കിലും കർത്താവ് തൊട്ട് ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി അയക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാവരും അവരവരുടെ ഭവനങ്ങളെ രക്തം കൊണ്ട് മുദ്രയിട്ട് കർത്താവിന്റെ കയ്യിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യാം. നമ്മുടെ ജീവിത പങ്കാളികളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മളായിരിക്കുന്ന സഭാമണ്ഡലങ്ങളെ, ഹല്ലേലൂയ ആയിരിക്കുന്ന ദേശത്തേക്ക് കർത്താവിന്റെ രക്തക്കോട്ടകളിൽ മറച്ച് അനിഷ്ട സംഭവങ്ങൾ, ആപത്തുകൾ, അനർത്ഥങ്ങൾ ഒക്കെ വിടുവിക്കപ്പെട്ട് ഈ ദിവസങ്ങളിലൊക്കെ വാഹന അപകടങ്ങൾ ഒരുപാട് നടക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാവിലെയും വരാം. ഹല്ലേലൂയ. 17 വയസ്സുള്ള ഒരു പ്രിയ പൈതല് US ഫിലദൽഫിയയിൽ മരണപ്പെട്ടെന്നുള്ള വാർത്ത കേൾക്കുവാനിടയായി. ഓടിച്ചുകൊണ്ടിരുന്ന വാഹനത്തെ മറ്റു വാഹനങ്ങൾ വന്ന് ഇടിച്ച് ഹല്ലേലൂയ അങ്ങനെ തെറിപ്പിച്ച് ഹല്ലേലൂയ അവരവരുടെ നമ്മുടെ കുറ്റമല്ല, മറ്റുള്ളത് വന്ന് നമ്മെ ഇടിച്ച് നശിപ്പിക്കുന്ന അനുഭവങ്ങൾ ഹല്ലേലൂയ ദൂതഗണത്തിന്റെ പ്രത്യേക കാവലിനുള്ളിൽ ഓരോരുത്തരും പൊതിയപ്പെടുവാൻ, സൂക്ഷിക്കപ്പെടുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അനിഷ്ട സംഭവങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ ഹല്ലേലൂയ ദൈവം തന്ന തലമുറ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ജീവനോടെ നിലനിന്ന് കർത്താവിന്റെ രാജ്യത്തിന് കെട്ടുമണിക്ക് കൊള്ളാവുന്നവരായി പണിയപ്പെടുവാൻ ഹല്ലേലൂയ സഹായിക്കേണ്ടതിന് വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ അനേക സംഭവങ്ങൾ, അനേക കുടുംബങ്ങൾ വേദനകളിലായിരിക്കുന്നു. ചേർന്ന് നമുക്ക് അവരുടെ സമാധാനത്തിനായി പ്രാർത്ഥിക്കാൻ, അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കണേ എന്ന് നമുക്ക് ദൈവത്തോട് ഹല്ലേലൂയ അപേക്ഷിക്കാം. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ കരം നമ്മെ അനുഗ്രഹിക്കട്ടെ, ഹല്ലേലൂയ സഹായിക്കട്ടെ. എല്ലാം ജോയിൻ ചെയ്ത മക്കളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും പതിവായി നമ്മോടൊപ്പം ആയിരിക്കുന്ന ഹല്ലേലൂയ ബുധനാഴ്ചകളിൽ ജോയിൻ ചെയ്ത് ഹല്ലേലൂയ ഒന്ന് ചേർന്ന് ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയ മക്കളെയും ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. അനേക ദൈവദാസിമാരിൽ നിന്ന് അനേക ശ്രദ്ധമേറിയ ദൈവിക ആലോചനകൾ കഴിഞ്ഞ 2 വർഷക്കാലമായി നാം ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നല്ലോ. ഹല്ലേലൂയ ഓരോ ദിവസങ്ങളിലും നമ്മുടെ ജീവിതത്തിന് അതായ കാരണമായി തീരുവാൻ, കർത്താവിൽ വളരുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. രാവിലെ സമയം ഹല്ലേലൂയ നമ്മുടെ വചനം ശുശ്രൂഷിപ്പാനായി ഹല്ലേലൂയ കർത്താവിന്റെ വിലയേറിയ ദാസി പ്രിയാലിസി ജോൺ അവർകൾ ഹല്ലേലൂയ നമ്മോടുകൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്താവിന്റെ വിലയേറിയ ദാസി അനേക ഇടങ്ങളിൽ ഹല്ലേലൂയ കർത്താവിനെ ശുശ്രൂഷ ചെയ്യുന്നു. ഈ പ്രായത്തിലും ദൈവവചനം പഠിക്കുവാനും ഒക്കെയും ഹല്ലേലൂയ മുന്നിട്ട് വന്ന ഹല്ലേലൂയ അതിന്റെ ഹല്ലേലൂയ സർട്ടിഫിക്കറ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ ഹല്ലേലൂയ കാണുവാനിടയായി തീർന്നു. ഓർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവം കൊടുത്തിരിക്കുന്ന താല്പര്യങ്ങൾക്കായി സ്തോത്രം. ഹല്ലേലൂയ കർത്താവ് ശക്തമായ ദാസി എടുത്ത് ഉപയോഗിക്കട്ടെ. കർത്താവിന്റെ വിലയേറിയ ദാസൻ പ്രിയ റോയ് ഫിലിപ്പ് സാറാണ് കർത്താവിന്റെ ദാസിയുടെ നമ്പർ തരുവാനിടയായി തീർന്ന ദാസി ശുശ്രൂഷകളെയും അവരുടെ മീറ്റിങ്ങുകളെയും ഹല്ലേലൂയ ഡെയിലി ഏർലി മോർണിംഗ് നടക്കുന്ന ശുശ്രൂഷകളെ മീറ്റിങ്ങിനെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശക്തമായി ഓരോ ഇടങ്ങളിലും കർത്താവിന്റെ നാമ മഹത്വം എടുക്കുവാനിടയായി തീരട്ടെ. കർത്താവിന്റെ വിലയേറിയ ദാസിയുടെ അനുഭവങ്ങൾ, ജീവിതാനുഭവങ്ങൾ, കഷ്ടങ്ങളും ക്ലേശങ്ങളും നിറഞ്ഞ ജീവിതം മരിപ്പോ യാത്രയിൽ കർത്താവ് വഴി നടത്തിയ വിധങ്ങളും ഹല്ലേലൂയ കർത്താവ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ദൈവം തന്നോട് ഏൽപ്പിച്ച് നമുക്ക് തരുവാൻ, പകർന്നു തരുവാൻ ഏൽപ്പിച്ച ദൈവവചനങ്ങളും ശക്തമായി നമ്മുടെ മധ്യയെ ഘോഷിക്കുവാൻ തക്കോണം പ്രാപ്തയാക്കേണ്ടതിന് ദൈവകരങ്ങളിൽ കർത്താവിന്റെ ദാസിയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാ വിഷയങ്ങളെയും ഓർത്ത് രോഗികളായിരിക്കുന്നു, ബലഹീനരായിരിക്കുന്നു, ക്ഷീണിതരായിരിക്കുന്നവർ ദൈവാത്മാവ് ഹേമിക്കുന്നത് പോലെ ഹല്ലേലൂയ നാം ഓരോരുത്തരും ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മധ്യത്തിൽ കർത്താവിന്റെ വിലയേറിയ ദാസി എൽസൺ സണ്ണി അവർ UP നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്താവിന്റെ ദാസി ഈ വിധ വിഷയങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. എല്ലാവരും ഹല്ലേലൂയ ഏകാഗ്രതയോടെ ദൈവസന്നിധിയിലായിരിക്കാം. അതിനുശേഷം ദൈവത്തിന്റെ വചനം നമുക്ക് കേൾക്കാം. കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസി എൽസൺ സണ്ണി അവർ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ രാവിലെ സമയം കർത്താവിന്റെ പാദപീഠത്തോട് അടുത്ത് വരുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ സഹായിച്ച വലിയ കൃപകൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നിന്റെ സന്നിധിയിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസങ്ങളെക്കാൾ ഉത്തമമെന്ന് തിരുവചനത്തിലുണ്ടല്ലോ. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ സന്തോഷമാണ്, ആശ്വാസമാണ്, വിടുതലാണ് കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ സന്തോഷ പരിപൂർണതയും നിന്റെ വലതു ഭാഗത്ത് പ്രമോദങ്ങളും ഉണ്ടെന്ന് തിരുവചനത്തിലുണ്ടല്ലോ കർത്താവേ. ഇന്ന് പകൽക്കാലം അങ്ങയുടെ വചനത്തിൽ കൂടെ പ്രമോദിക്കുവാൻ ഹല്ലേലൂയ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പറയപ്പെട്ട ഓരോ വിഷയങ്ങളും കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല പാട്ടുകൾ പാടി അങ്ങേ ആരാധിക്കുവാൻ സ്തോത്രം. സഹായിച്ച പ്രിയ സിസ്റ്റർ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാതാവിനായി സ്തോത്രം. അവരെ സഹായിക്കുമാറാകണമേ. ദൈവത്തിന്റെ കൃപ ഇത്രത്തോളം പകർന്നതിനാൽ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ കൃപയിൽ നിലനിൽപ്പാൻ പ്രിയ പൈതലിനെ സഹായിക്കുമാറാകണമേ. വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പാൻ സഹായിക്കണമേ. പ്രതികൂലങ്ങളോ കാറ്റുകളോ കൊടുങ്കാറ്റുകളോ എന്തു വന്നാലും ഹല്ലേലൂയ എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ച് ദൈവസന്നിധിയിൽ ഉറപ്പോടെ നിൽപ്പാൻ അനേകർക്ക് ആശ്വാസമായി തീരുവാൻ സ്തോത്രം, സ്തോത്രം. ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വമായി തീരുവാൻ പ്രിയ പൈതലിനെ കർത്താവ് ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവെ, പറയപ്പെട്ട ഓരോ വിഷയങ്ങളും ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. വിവിധ ഇടങ്ങളിൽ നിന്ന് കർത്താവെ, ഇന്ന് പകൽക്കാലം ഈ സൂമിൽ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരിമാരെയും ദൈവമക്കളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും എന്റെ കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ തുറകളിലുള്ളവരുണ്ട് കർത്താവെ, കഷ്ടങ്ങളിൽ കൂടെ പോകുന്നവര്, രോഗികളായിരിക്കുന്നവര്, വേദന അനുഭവിക്കുന്നവര്, നിരാശ അനുഭവിക്കുന്നവര്, തലമുറകളോടുള്ള ബന്ധത്തിൽ ഭാരപ്പെടുന്നവര്, സ്തോത്രം സ്തോത്രം. നാളുകളായി ദൈവസന്നിധിയിൽ അനേക വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരാ, എന്ന പകൽക്കാലം അവരുടെ ജീവിതത്തിൽ ഒരു വിടുതൽ ഉണ്ടാകുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കുമാറാകണമേ എന്ന തിരുവചനത്തിലുള്ള പ്രകാരം ഇന്ന് പകൽക്കാലം ഈ ദിവസങ്ങളിൽ തന്നെ കർത്താവ് വിടുതലിനെ അയക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെ അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളുടെ തലമുറയെ ഹോവിയാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരേണ്ടതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരുമെന്ന് അരുളി ചെയ്തവനാ, ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദർശനങ്ങൾ കാണുക. ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്നതിനെ കുറിച്ച് കണ്ട് ഒഴിഞ്ഞു പോകേണ്ടതിന് ആവശ്യമായ ദൈവകൃപ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ പകരുമാറാകണമേ. അവരെ രക്തത്തിൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരന്ധകാര ശക്തികളും അവരെ യേശുവാനിടിയാകാതെ വണ്ണം എന്ന പകൽക്കാലം ദൈവത്തിന്റെ സന്നിധാനത്തില് ഞങ്ങൾ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു എന്നുള്ള വചനത്തിന്റെ ശബ്ദം അവർ കേട്ട് മുന്നേറുവാൻ കർത്താവരെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് സഹായിക്കണമേ. ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ കർത്താവെ, ഞങ്ങൾ ദൈവത്തിന്റെ സന്നിധാനത്തിൽ വളരെ പ്രാർത്ഥിച്ചു. ദൈവഹിത പ്രകാരമുള്ളത്, ദൈവത്തിന്റെ ആലോചന പ്രകാരമുള്ളതൊക്കെ നടക്കട്ടെ. സഹേലതും അതിജീവിക്കുവാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപ ശമ്പലാതര നിന്റെ ജനത്തിന്റെ മേൽ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ ആലോചനകളോ ഏറ്റെടുത്തുകൊണ്ട് ജീവിപ്പാൻ അവിടുന്ന് സഹായിക്കുമാറാകണമേ. അങ്ങയുടെ നാമനിമിത്തം കഷ്ടം അനുഭവിക്കുന്നവരുണ്ടോ, പ്രയാസം അനുഭവിക്കുന്നവരുണ്ടോ, വേദന അനുഭവിക്കുന്നവരുണ്ട്, നിന്നെ അനുഭവിക്കുന്നവരുണ്ട്. കർത്താവേ, ഇതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ കൃപയോടെ നിൽക്കുവാൻ ആവശ്യമായ ദൈവശക്തി എല്ലാവരുടെ മേലും പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിങ്ങിനെ സംഘടിപ്പിക്കുവാൻ തക്കതുപോലെ ഇതിന് മുൻകൈയെടുത്ത പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് സഹായിക്കുമാറാകണമേ. ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ആശീർവദിക്കണമേ. ഇന്ന് പകൽക്കാല വചനം സംസാരിപ്പാൻ അങ്ങയുടെ ദാസിയുടെ മേൽ ദൈവത്തിന്റെ കൃപ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കപ്പെടുന്ന വചനം അത് ഞങ്ങളുടെ ജീവിതത്തിൽ സ്തോത്ര ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുന്നതായി തീരുവാൻ, ഞങ്ങളെ ദൈവ കൃപയോട് അടുപ്പിക്കുന്നതായിരിക്കാൻ, ഞങ്ങളെ ശുദ്ധീകരിക്കുന്നതായിരിക്കാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതായിരിക്കാൻ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നതായിരിക്കാൻ, അനേകർക്ക് ആശ്വാസത്തിനോ അനേകർക്ക് വിടുതലിനും കാരണമായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങയുടെ വചനം ജീവനും ചൈതന്യമുള്ളതും ഇരുവാഴ്ത്തലയുടെ ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതുമാകിയാലോ ഈ വചനം ഞങ്ങളെ തന്നെ ഹല്ലേലൂയ ഒരുക്കുവാൻ, ദൈവസന്നിധിയോട് അടുക്കുവാൻ, ദൈവകൃപയിൽ വർദ്ധിച്ചു വരുവാൻ ഇന്ന് പകൽക്കാലം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളോട് ഇടപെടുമാറാകണമേ, ഞങ്ങളുടെ വേദനകളെ മാറ്റുമാറാകണമേ, ഞങ്ങളുടെ നിരാശകളെ അകറ്റുന്നതായിരിക്കാൻ ഇടയാക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഞങ്ങൾ നിറയപ്പെടുവാൻ ഇടയാക്കണമേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്വത്രം സ്വത്രം സ്വത്ര പുതുകൃപ ഏറ്റെടുപ്പാൻ, പുതുശക്തി ഏറ്റെടുപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ ഫേവസിനെ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബമായ ഞങ്ങളുടെ ദാസിനെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. തലമുറകളെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ജീവിതത്തില് എല്ലാ നന്മയ്ക്കും അനുഗ്രഹത്തിന് ദൈവിക വിടുതലിന് കാരണമായി തീരുവാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉലാവുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ ദൈവിക ദർശനം ഇന്ന് പകൽക്കാലം കണ്ടുകൊണ്ട് അങ്ങേ ആരാധ്യ മഹത്വപ്പെടുത്തി വിടുതലേറ്റെടുപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവ് അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ അമേൻ, അമേൻ. അമേൻ, അമേൻ, അമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച കർത്താവിന്റെ ദാസിയോടുള്ള നന്ദി അറിയിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് ഇത്രത്തോളം നമ്മെ സഹായിച്ചല്ലോ. അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനിടയായി. സ്വർഗത്തിലെ ദൈവം നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ. കർത്താവിന്റെ ദാസി പ്രാർത്ഥിച്ചതുപോലെ ജീവന്റെ വചനങ്ങൾ ഹല്ലേലൂയ നമ്മുടെ മധ്യേ നിന്ന് കർത്താവ് പൊഴിച്ചു തരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. സ്വർഗത്തിൽ എന്തേക്കും സ്ഥിരമായിരിക്കുന്ന മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ നമുക്ക് ലഭിക്കുവാനിടയായി തീരട്ടെ. അവൻ തന്റെ വചനം അയച്ചവരെ വിടുവിച്ചു. അതിവേഗം പായുന്ന വചനത്തിന്റെ ശക്തി നമ്മുടെ മധ്യേ ഹല്ലേലൂയ പ്രവർത്തിക്കപ്പെടുവാനിടയാകട്ടെ. രൂപാന്തരം വരുത്തുന്ന ദൈവശക്തി ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ക്ഷീണങ്ങളും മാറ്റുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ശക്തമായതാകയാൽ വിശ്വാസത്തോടുകൂടെ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. കർത്താവിന്റെ വിലയേറിയ ദാസി ഹല്ലേലൂയ ലെസി ജോൺ അവറുകളെ ഹല്ലേലൂയ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. താൻ തന്റെ സാക്ഷ്യവും ഹല്ലേലൂയ നമുക്ക് വേണ്ടിയുള്ള വചനങ്ങൾ കർത്താവ് കൊടുത്തത് പ്രസ്താവിക്കുമ്പോൾ ഹല്ലേലൂയ അത് വലിയ അനുഗ്രഹമായി തീരുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ വിലയേറിയ ദാസിയെ വളരെ സന്തോഷത്തോടും ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടെ ഹല്ലേലൂയ ഈ ചർച്ചിന്റെ ഹല്ലേലൂയ ലേഡീസ് മീറ്റിംഗിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കാമോ സിസ്റ്റർ? ഞാൻ പറയുന്നത് കേൾക്കാമോ? സ്തോത്രം. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ എബനേസർ മലയാളം ഫെലോഷിപ്പിന്റെ അഡ്മിൻ ആയിരിക്കുന്ന ഫേബ സിസ്റ്റർ എന്നെ ഇതിലേക്ക് ക്ഷണിച്ച ദൈവദാസിക്കും നല്ല ആരാധന, അല്ലെങ്കിൽ മകളുടെ ആരാധന പല സൂമില് കേൾക്കുന്നതാണ്. ശിവപാസന്റെ സൂമില് നിത്യമായിട്ട് മകളാണ് ആരാധിക്കുകയും പാടുകയും. ഇച്ചിരൂടെ ശബ്ദത്തിൽ പറയാമോ? മൈക്ക് അടുപ്പിച്ച് ഇച്ചിരൂടെ ശബ്ദത്തില്. കേൾക്കുന്നില്ല. കേക്കാമോ? കേക്കാമോ? ഇച്ചിരൂടെ ശബ്ദത്തില്. ശബ്ദം കുറവാ. ഞാൻ ഇച്ചിരി ശബ്ദം കുറച്ചതാ, അതുകൊണ്ട് നീ ഇപ്പൊ അങ്ങ് ശബ്ദം കൂടിക്കോളൂ, ഭാരപ്പെടണ്ട. ആത്മാവിലാകുമ്പോ ശബ്ദം കൂടിക്കോളും. യു ഡോണ്ട് വെറി. പാട്ട് പാടി ആരാധിച്ച ദൈവ പൈതലിനും ഇതിൽ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവദാസിദാസന്മാർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുന്നു. നിങ്ങളെല്ലാവരും ദൈവകൃപയോടെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഇത് അന്ത്യകാലമാണ്. അന്ത്യകാലത്തിങ്കിൽ ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വാസമുണ്ട് അന്ത്യകാലത്ത് ഹല്ലേലൂയ നമ്മുടെ മേൽ ഒരു ദൈവിക ശക്തി പുറപ്പെട്ട് നമ്മളെ കൊണ്ട് ചില ദൈവിക പ്രവർത്തികൾ ദൈവം ചെയ്തെടുപ്പിക്കുമെന്ന് നിങ്ങൾ എത്ര പേരെന്ന് വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ദൈവമക്കളെ, നിങ്ങൾ വെറുതെ ഇരിക്കരുത്. നിങ്ങൾ ഈ സൂമിൽ കൂടി ഇരിക്കുന്നതിലും 2 മണിക്കൂറെങ്കിൽ 2 മണിക്കൂർ ആ ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ വിശുദ്ധിയോടെ നിർമ്മലതയോട് കൂടി ആയിരുന്നാൽ നിങ്ങളുടെ ഹല്ലേലൂയ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സകല പ്രാർത്ഥനകൾക്ക് ദൈവം നിങ്ങൾക്ക് മറുപടി തന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണെന്ന് നിങ്ങൾ ദൈവത്തിങ്കൽ സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ആയിരുന്നാൽ ഓരോ വചനങ്ങളും ജീവനും ചൈതന്യമുള്ള വചനമാണെന്ന് നമ്മൾ അത് ഏറ്റെടുത്താൽ ദൈവപ്രവർത്തി നമ്മളുടെ ഭവനത്തിനകത്തളത്തിൽ എന്നല്ല നമ്മുടെ ജീവിതത്തിൽ പോലും അതൊരു രൂപാന്തരമാക്കി മാറ്റുന്നു. ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ആദ്യം മുതലേ ഹല്ലേലൂയ റോയ് ഫിലിപ്പാസിനോട് ദൈവത്തിന്റെ ആത്മാവ് ആലോചന കൈമാറുന്നത് ഇപ്രകാരമാണ്. ഹല്ലേലൂയ റബൽ ഘടക രിഗമന ഹസ്തുന ഹല്ലേലൂയ ഇരമ്യ 1:10 പറയുന്നത് പോലെ നശിപ്പിപ്പാനും നിർമൂലമാക്കുവാനും അതിനെ ഇടിക്കുവാനും പൊളിക്കുവാനും ഞാൻ നിനക്കൊരു ഹല്ലേലൂയ അഭിഷേകത്തെ തന്നിട്ടുണ്ട്. ദൈവദാസൻ കേൾക്കുന്നോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ദൈവദാസനെ ശക്തിയോടുകൂടെ പ്രാർത്ഥിച്ചു കൊള്ളുവാൻ ദൂതോർമ്മിപ്പിക്കാം. ഞാൻ നിനക്ക് ചില അഭിഷേകങ്ങളെ തന്നിട്ടുണ്ട്. സകലതയും നിറഞ്ഞു കവിയുന്ന ഒരു അഭിഷേകത്തിന്റെ നിറവിൽ കൂടെ അനേകരെ മാനസാന്തരപ്പെടുത്തുവാൻ, അനേകരെ വിശ്വാസ ജീവിതത്തിലേക്ക് കൂട്ടിവരുത്തുവാൻ ഞാൻ നിന്നെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ആ വിളിവ് ചില്ലറയല്ല, ശക്തമായിട്ട് ദൂതോർമ്മിപ്പിക്കുകയാണ്. ദൈവം നിന്നെ നിർത്തിയിരിക്കുന്ന സ്ഥാനത്ത് പ്രാഗൽഭ്യത്തോടെ വിശ്വസ്തയോടെ നീ ദൈവസന്നിധിയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിന്നെ കൊണ്ട് ചെയ്തെടുപ്പിക്കുന്ന ചില ദൈവിക പ്രവർത്തികൾക്ക് മുൻപിൽ ഹല്ലേലൂയ സ്തോത്രം അത് മരവിച്ചു പോകുവാൻ ഇടയാക്കാതെ ആദ്യം മുതൽ അവസാനം വരെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലും കൃപയിലും ബലത്തിലുമായി തീരുവാൻ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ദൈവാത്മാവ് ദൂതോർമ്മിപ്പിക്കുക. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ദൈവദാസിമാരെ ഹല്ലേലൂയ സ്തോത്രം. ലിൻസി സിംഗപ്പൂർ ദൈവദാസിയോട് ദൈവത്തിന്റെ ആത്മാവ് ആലോചന കൈമാറുന്നത് ഇപ്രകാരമാണ്. നീ വിശ്വസിച്ചിരിക്കുകയും നിന്നെ നടത്തുകയും ചെയ്തിരിക്കുന്ന കർത്താവിന്റെ പ്രവൃത്തി നിന്നിൽ
ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഹല്ലേലൂയ വിശ്വസ്തതയോടെ ദൈവം നമ്മളോട് വിശ്വസ്തത കാണിക്കുന്നത് പോലെ നീ ദൈവത്തോട് വിശ്വസ്തത കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ഞാൻ പറഞ്ഞു വിടുമ്പോൾ വിശ്വസ്തതയോടെ നീ കടന്നുപോയാൽ ഒരു ദൈവിക പ്രവൃത്തി നിന്നിലൂടെ ദൈവം വെളിപ്പെടുത്തി തരുമെന്ന് ദൈവത്തിന്റെ ആത്മാവാലോചന കൈമാറുന്നത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. റബൽ ഘടകരികമന ഹസ്തുന അരിപാലകന്ധരേ ജിഗാമന ഹസ്തുന. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ ഇതിനകത്തിൽ കയറുമ്പോൾ തന്നെ ഫേബാസിനോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് അനേകരെ വീണ്ടെടുക്കുവാൻ, അനേകരെ ദൈവകൃപയിലേക്ക് നടത്തുവാൻ പലരും ഹല്ലേലൂയ പിറകോട്ട് പോയിരിക്കുന്ന ദൈവമക്കളുണ്ട്. ലൂക്കോസ് 9:62 പറയുന്നത് പോലെ കലപ്പയ്ക്ക് കൈവച്ച ശേഷം പിറകോട്ട് തിരിഞ്ഞു നോക്കുന്നവരാരും ദൈവരാജ്യത്തിൽ കൊള്ളാകുന്നവരല്ല. ദൈവമക്കളെ, നമ്മൾ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നതിന്റെ രക്ഷ പ്രാപിക്കുമെന്ന് വചനം പറയുന്നത് പോലെ ഏത് കഷ്ടം വന്നാലും ദുഃഖം വന്നാലും വേദന വന്നാലും പട്ടിണി, ദുഃഖം, ദാരിദ്ര്യം ഇതെല്ലാം നമ്മൾക്ക് വരും. പക്ഷെ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കുമെന്ന് വചനം പറയുന്നത് പോലെ നമ്മൾക്ക് ഏത് കഷ്ടം വന്നാലും ഏത് ദുഃഖം വന്നാലും കർത്താവിന്റെ പ്രവർത്തികളെ മറന്നു പോകാതെ അവസാനത്തോളം പിടിച്ചു നിൽക്കുക. അതാണ് ദൈവീക ശക്തി. സ്തോത്രം. ഹല്ലേലൂയ. രക്തത്താല് ജയമെടുക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. എന്റെ ദൈവാത്മാവ് പ്രേരിപ്പിച്ചത് കൊണ്ട് ഹല്ലേലൂയ ഞാനിത് ഹല്ലേലൂയ ഇത് തന്നു എന്നുള്ളൂ നിങ്ങളുടെ ഒരു ആത്മീയ ബലത്തിന് വേണ്ടി. ഹല്ലേലൂയ. എന്നാൽ ചോദിക്കാം, ഞങ്ങൾ ആത്മീയ ബലം ഇല്ലാത്തവരാണോ സഹോദരി എന്ന് ചോദിക്കാം. പക്ഷെ എനിക്കറിയില്ല. പക്ഷെ നമ്മൾ മനുഷ്യരാ, ഈ ലോകത്തിലാ ജീവിക്കുന്നത്. എത്ര ബലമുണ്ടെന്ന് പറഞ്ഞാലും ഹല്ലേലൂയ അവിടെ അതൊക്കെ കുറച്ചു നേരത്തേക്കേ ഉള്ളു സഹോദരിമാരെ. അത് എക്സ്പീരിയൻസിന്റെ കാര്യത്തിലാ പറയുന്നത് കേട്ടോ. എത്ര ബലമുള്ളവരാണെന്ന് പറഞ്ഞാലും നമ്മൾ അതിന്ന് ഒന്ന് വ്യതിചലിക്കുവാൻ ഇടയായിത്തീരും. പക്ഷെ ഞാൻ പറയുന്നത് അവസാനത്തോളം നമ്മൾ സഹിച്ചു നിൽക്കണം. അതാണ് രക്ഷ എന്ന് പറയുന്നത്. സ്തോത്ര. ഹല്ലേലൂയ. ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തിയില്ല. ഹല്ലേലൂയ. എന്റെ പേര് ലിസി ജോൺ എന്നാണ്. സ്തോത്രം. ഞങ്ങളൊരു ചെറിയ കുടുംബമായിരുന്നു. ഹല്ലേലൂയ. എന്റെ ഭർത്താവ് മരിച്ചിട്ട് 19 വർഷം കഴിഞ്ഞു. ഹല്ലേലൂയ. ഏക മകൾ ഉണ്ടായിരുന്നു. മകളെ വിവാഹം കഴിച്ചയച്ചു. സ്തോത്രം. ഹല്ലേലൂയ. കഴിച്ചയച്ചു എങ്കിലും ഈ കഴിഞ്ഞ 5-6 വർഷത്തിന് മുമ്പ് ഹല്ലേലൂയ ഒരു വീടുണ്ടായിരുന്നു. അത് അവളുടെ പേരിൽ എഴുതി കൊടുത്തു. ഏക മകളാണല്ലോ, നോക്കിക്കോളുമല്ലോ എന്നുള്ള ഒരു മനസാക്ഷിയോടാണ് എഴുതി കൊടുത്തത്. പക്ഷെ അത് അടുത്ത 3 വർഷം കഴിഞ്ഞപ്പോൾ അതെല്ലാം വിറ്റ് പെറുക്കി അവളുടെ പാട്ടിന് പോയി. പക്ഷെ നമ്മളെ ഉപേക്ഷിക്കാത്ത ഒരു കർത്താവ് നമ്മളോട് കൂടെ ഉള്ളത് കൊണ്ട് ദൈവമക്കളെ ഹല്ലേലൂയ, ഈ അന്ത്യകാലത്ത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ആരെയും വിശ്വസിക്കരുത്. ഇച്ചുമോളെ ഒന്ന് ഓർക്കല്ല് കേട്ടോ. ഹല്ലേലൂയ. തെറ്റിദ്ധരിക്കല്ല് കേട്ടോ. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ മക്കളെ നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കാനല്ല ഞാൻ പറയുന്നത്. കാരണം പിശാചായവൻ എപ്പോഴാ ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിനെ ചൂതാടിക്കൊണ്ട് നടക്കുന്നെന്ന് പറയാൻ പറ്റത്തില്ല. അവർ സ്വന്തമായിട്ട് ചെയ്യുന്നതല്ല, അവരെ കൊണ്ട് പൈശാചിക മണ്ഡലങ്ങൾ ചെയ്യിപ്പിക്കുന്നതാ. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾ അതിന് അടിമപ്പെടാതിരിക്കാൻ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഒന്നേ ഉള്ളൂ, നമ്മളെ കരുതിക്കോളുമെന്ന് വിചാരിച്ച് എഴുതി കൊടുത്തു. പക്ഷെ സകലതും ഹല്ലേലൂയ എടുത്തെറിഞ്ഞിട്ടിട്ട് എല്ലാം വിറ്റുപെറുക്കി പോയി. ഹല്ലേലൂയ. എനിക്കതിൽ ഖേദമില്ല. എന്താണെന്നറിയുമോ? നമ്മളെ വിശ്വാസത്തോടെ നമ്മളെ വിശ്വസ്തയോടെ നിർത്തിയ ദൈവം വിശ്വസ്തനായതുകൊണ്ട് നമ്മളും വിശ്വാസത്തിലായിരുന്ന നമ്മളെ അവസാനം വരെ നടത്തുന്ന ഒരു സർവശക്തനായ ദൈവം ഹല്ലേലൂയ ആദ്യം മുതൽ അവസാനം വരെ നമ്മളെ നടത്തുവാൻ ദൈവം ശക്തനാണെന്ന് നമ്മൾ വിശ്വസിച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ. സ്തോത്രം. എന്റെ ഇന്നത്തെ ഹല്ലേലൂയ കുറിവാക്യം അത് തന്നെയാണ്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. എന്റെ സാക്ഷ്യം പറയുന്നതിനുള്ള ഹല്ലേലൂയ വാക്യമാണ് ഞാൻ പറഞ്ഞത്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ മകള് ഹല്ലേലൂയ സ്തോത്രം എന്നെ വിട്ടുപോയി. ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് ഫോൺ വിളിക്കുവാണെങ്കിൽ സംസാരിക്കും, അത്രയേ ഉള്ളൂ. ഐ ഡോണ്ട് കെയർ. എനിക്കതിൽ വിഷമമില്ല. കാരണം എന്റെ അപ്പൻ എന്റെ കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് വിഷമമില്ല. സ്തോത്രം. ഹല്ലേലൂയ. രക്തത്താലെ ജയമെടുക്കുന്ന 2016 മുതൽ ഹല്ലേലൂയ സ്തോത്രം പൂർണ്ണ സുവിശേഷത്തിലേക്ക് ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആദ്യം ഞാൻ ഒരു സാക്ഷ്യം പറയാം. മരണത്തിൽ നിന്ന് വിടുവിച്ച 5 മരണത്തിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചതാണ്. ദൈവമക്കളെ ഹല്ലേലൂയ. ഞാനൊരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു മകളായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് ആസ്മയുടെ രോഗമുണ്ട്. ഞാൻ ചുരുക്കി പറയാം, നമ്മുടെ സമയം പോകുന്നത് കൊണ്ട്. ഹല്ലേലൂയ സ്തോത്രം. എല്ലാ ദേവദാസിമാരോടും ദൂത് പറയണമെന്ന് ആഗ്രഹമുണ്ട്. ദൈവം സംസാരിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്കത് പ്രബോധിപ്പിച്ചു തരാമെങ്കിൽ. ഹല്ലേലൂയ. ഞാൻ കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർന്നത് കൊണ്ട് ഹല്ലേലൂയ ഇപ്പൊ ഞാൻ
ഓർക്കുന്നു, അന്നേ ഞാൻ വിശ്വാസത്തിലായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു കർത്താവേ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോകും കേട്ടോ. അങ്ങനെ നിങ്ങളും ചിന്തിക്കും. ഹല്ലേലൂയ, സ്തോത്രം. എപ്പോഴാണെന്നറിയോ? കർത്താവിന്റെ പ്രവൃത്തി നമ്മിലൂടെ പ്രവർത്തിച്ചെടുക്കുമ്പോൾ നമ്മളും ചിന്തിക്കും, ഹല്ലേലൂയ, കർത്താവ് ഈ വിശ്വാസം എനിക്ക് നേരത്തെ തന്നില്ലല്ലോ എന്ന് പോലും ഞാൻ ചിന്തിക്കുന്ന സമയങ്ങളുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാനൊരു ആസ്മ രോഗിയായിരുന്നു. ജനിക്കുമ്പോൾ തന്നെ ആസ്മ രോഗം ഉണ്ടായിരുന്നു. ഒരു സെക്കൻഡ്, ഇച്ചിരി കൂടെ ഫോണിന് അടുത്തോട്ടിരുന്ന് പറയാം, റെക്കോർഡ് ചെയ്യുന്നോണ്ട്. സ്തോത്രം. ഇപ്പൊ കേക്കാമോ? ക്ലിയർ അല്ല. കേക്കാമോ? ക്ലിയർ ആണോ? സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ അത് എല്ലാ പള്ളികളിലായാലും അന്നത്തെ കാലത്ത്, അതാ 87-58 കാലഘട്ടങ്ങളിൽ അമ്പലങ്ങളിൽ പോലും നിറച്ചു കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. നമുക്കൊക്കെ അറിയാവുന്നതാണ്. അങ്ങനെ സമയമില്ലാത്തോണ്ട് ഞാൻ ചുരുക്കി പറയുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ രോഗം ഇരിക്കുമ്പോൾ തന്നെ 1977 ഞാൻ UP-യിൽ ജോലിക്ക് പോകുവാനിടയായി തീർന്നു. മക്കളെ, 10 വർഷം UP-യിലായിരുന്നു. അവിടുത്തെ ചൂടും തണുപ്പും ഒക്കെ നിങ്ങൾക്കറിയാം. എന്തിലും ആ കൊടു തണുപ്പത്തും ചൂടിലും ഒക്കെ ദൈവം എന്നെ നടത്തി. ഹല്ലേലൂയ. അപ്പോഴെങ്കിലും ഞാൻ വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. 1984 ഞാൻ മദ്രാസിലേക്ക് കടന്നു വരുമ്പോൾ 93-ലാണ് ഒരു സഹോദരി എന്റെ ഭവനത്തിൽ വന്നിട്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുവാനിടയായി തീർന്നു. സത്യം പറഞ്ഞ അന്ന് ആ സഹോദരിയെ അന്ന് 65 വയസ്സുണ്ട് ആ സഹോദരിക്ക്. എനിക്ക് 33 വയസ്സ്. അന്ന് 65 വയസ്സുള്ള ആ സഹോദരി എന്റെ വീട്ടിൽ വന്നേച്ച് സുവിശേഷം പറഞ്ഞ്. പക്ഷെ അന്ന് ഞാൻ കളിയാക്കിയ ഒരു സഹോദരിയാ കേട്ടോ. സ്തോത്രം. അന്നൊരു ശനിയാഴ്ചയായിരുന്നു. പക്ഷെ ഞായറാഴ്ച രാവിലെ ആ സഹോദരി, ആ മാതാവ് എന്നെ ഓട്ടോയുമായിട്ട് കടന്നു വന്നു. ലിസി, ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ആരാധനയ്ക്ക് വന്നിട്ട് ദൈവമക്കളെ, നമ്മൾ ആരെങ്കിലും ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് കേരളത്തിൽ പറയുവോ? കേരളത്തില്, മറ്റുള്ളിടത്തല്ല ഞാൻ ചോദിച്ച്, കേരളത്തിൽ ഒരു വ്യക്തിയോടെങ്കിലും നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് വിശ്വാസ ജീവിതത്തിലൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും ഞങ്ങളുടെ ആരാധനയ്ക്ക് കടന്നു വരണമേ എന്ന് നിങ്ങൾ ആരെങ്കിലും ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഞാൻ പറയാം, ഈ സഹോദരി എന്റെ അടുക്ക റിക്വസ്റ്റ് ചെയ്തു ഒരു പ്രാവശ്യമെങ്കിലും ആരാധനയ്ക്കായിട്ട് കടന്നു വരണം. ഞാൻ ദൈവമക്കളെ, ഞാൻ അന്ന് വേളങ്കണ്ണി പള്ളി പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുമ്പോഴാണ് ഈ മാതാവ് കടന്നു വന്നത്. ഞാൻ അപ്പോൾ തന്നെ ആരാധനാലയത്തിൽ പോകുവാനിടയായി തീർന്നു. സ്തോത്രം. ചുരുക്കി പറഞ്ഞാൽ അവിടെ ഞാൻ തമിഴിൽ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. തമിഴില് ഹല്ലേലൂയ, സ്തോത്രം പാടി പ്രാർത്ഥിച്ച് ആരാധിച്ചെല്ലാം കഴിയുമ്പോൾ 3 ദേവദാസന്മാർ അവിടെ നിന്ന് പറയുന്നുണ്ട്, രോഗസൗഖ്യം വേണ്ടവർ വന്നാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പക്ഷേ ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ പോയില്ല. സത്യം എന്താന്ന് പറഞ്ഞാൽ വലിച്ചോണ്ടിരിക്കുക. ഈ വലിവിന്റെ ഇട ഞാൻ എങ്ങനെയാ പോകുന്നത്? അവരുടെ മുമ്പിൽ ചെന്ന് തല കുനിച്ചു നിൽക്കാൻ എനിക്ക് വയ്യ, സത്യം പറഞ്ഞ. അതുകൊണ്ടാ പോകാഞ്ഞത്. ഞാൻ അവിടെ പോയില്ല. ദൈവമക്കളെ, ഹല്ലേലൂയ. അന്ന് എനിക്ക് കർത്താവ് ഒരു വചനം തന്നത് ഇപ്രകാരമാണ്: വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ദൈവമക്കളെ, അതാ പറഞ്ഞ, നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഞാൻ ദൈവസന്നിധിയിൽ അവിടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ ഈ രോഗം ഇന്ന് സൗഖ്യമാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾക്ക് കേൾക്കണമോ? ഞാൻ ഭവനത്തിനകത്തളത്തിൽ ചെല്ലുന്നതിന് മുമ്പ് എന്റെ കർത്താവ് എന്നെ തൊട്ട് സൗഖ്യമാക്കി. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഇതുവരെയും ഹല്ലേലൂയ, ജനിക്കുമ്പോൾ തന്നെ ആസ്മ രോഗമുള്ള ഒരു സൗഖ്യമായി ഇന്ന് ചരിത്രമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ എന്റെ കർത്താവ് എന്നെ തൊട്ട് സൗഖ്യമാക്കിയത് കൊണ്ട് ദൈവമക്കളെ, ഇന്നും അനേകർക്ക് ഹല്ലേലൂയ ഒരു സൗഖ്യദായകനായി ദൈവം എന്നിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുവാൻ ദൈവം ഒരു മുഖാന്തരം എനിക്ക് വേണ്ടി ഒരുക്കി തന്നു. അതാണ് ദൈവ കൃപ എന്ന് പറയുന്നത്. ദൈവമക്കളെ, നിങ്ങളും പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഇതിനകത്തിൽ ആരെങ്കിലും രോഗികളായിട്ട് നിങ്ങൾ ഇരിപ്പുണ്ടെങ്കിൽ ഹല്ലേലൂയ, നിങ്ങൾ മനസ്സോർത്ത് ഹല്ലേലൂയ ദൈവകൃപയിൽ ആശ്രയിച്ച ദൈവത്തിനോട് മനസ്സുകൊണ്ട് നിങ്ങൾ പറയുക, വിശ്വസിച്ചാൽ ഞാൻ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന ഒരു വാഗ്ദത്തം എന്നെ ശേഷിച്ചിട്ടുണ്ടെങ്കിൽ ദൈവമക്കളെ, നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് ഏത് രോഗികളായിരുന്നാലും വചനം ഇപ്രകാരം പറയുന്നു: ഞാൻ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവമാകുന്നു. ഹല്ലേലൂയ. 1 രോഗമോ 2 രോഗമോ ഇന്ന രോഗം മാത്രമല്ല, വചനം പറയുന്നത് അപ്രകാരമാണ്: ഞാൻ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവമാകുന്നു. ദൈവമക്കളെ, ഹല്ലേലൂയ, നിങ്ങൾ ഇന്ന് വിശ്വാസത്തോടു കൂടി ആയിരുന്ന നിങ്ങളുടെ രോഗത്തിന് ഇന്ന് സൗഖ്യം വരുത്തുന്ന ദൈവമായ യഹോവ നമ്മുടെ കർത്താവാകുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് ഹല്ലേലൂയ 3 ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ ഭവനത്തിൽ നിന്ന്, നാട്ടിൽ നിന്ന് ഒരു കത്ത് വന്നത് ഇപ്രകാരമാണ്: മേല ഞങ്ങളുടെ വീട്ടിനകത്തിൽ കയറി പോകരുത്. കാരണം കത്തോലിക്കരല്ലേ, മാതാവിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നവരല്ലേ, യേശുവിനെ വിളിച്ച അവർക്ക് നാണക്കേടാ. ഹല്ലേലൂയ, സ്തോത്രം. അന്ന് രാത്രിയിൽ ഒത്തിരി ഹല്ലേലൂയ, സ്തോത്രം, ഇനി ഞാൻ എങ്ങനെ പറയണ്ടെന്ന് അറിയത്തില്ല. ക്ലിയർ ആവുന്നില്ലേ? സ്തോത്രം, ഹല്ലേലൂയ. ഇച്ചിരി താന്നിരുന്നാ മതി. ഫോണ് താഴെയും ആള് മേളിലുവാ. ഇപ്പോഴോ? നോക്കട്ടെ. സ്തോത്രം.
അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം. എന്നെ വീട്ടിൽ കയറ്റത്തില്ലെന്ന് പറഞ്ഞു. 3-ാമത്തെ ദിവസം ഒരു ഇല്ലന്റ് കത്ത് വന്നത് അപ്രകാരമാണ്. ഞാൻ ഒത്തിരി ഭാരപ്പെട്ട് കരയുകയും നിലവിളിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം, എന്നെ ഫേവർ സിസ്റ്റർ കുഴപ്പമില്ലേ? സ്തോത്രം. ഓക്കെ, ഹല്ലേലൂയ സ്തോത്രം. എങ്കിലും ദൈവത്തിന്റെ കൃപ, ഹല്ലേലൂയ സ്തോത്രം, 3 ദിവസം കഴിഞ്ഞു. അതിന്റെ ദൈവമക്കളെ, അതിന്റെ 3-ാമത്തെ ആഴ്ച, അതായത് 21-ാമത്തെ ദിവസം എനിക്ക് ഒരു ടെലഗ്രാം വന്ന ഇപ്രകാരമാണ്: സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി. പക്ഷേ ഹല്ലേലൂയ, ഞാൻ ദൈവത്തിനോട് ചോദിച്ചു, ഹല്ലേലൂയ, ഞങ്ങൾ 6-7 സഹോദരങ്ങളാണ്, 5 ആണും 2 പെണ്ണും. സത്യം പറഞ്ഞ അന്ന് ഹൃദയം കൊണ്ട് പേടിച്ചു പോയത്, എന്നെ ആരെങ്കിലും കൊല്ലാനാണോ വിളിക്കുന്നതെന്നൊരു പേടി. കാരണം 5 ആണുങ്ങളാ. ഇവർ 5ഉം കൂടെ വിചാരിച്ചാൽ കൊല്ലാവുന്നുള്ളതേ ഉള്ളൂ. ഞാൻ അങ്ങനെയാ ഭയപ്പെട്ടത്. പക്ഷെ അതൊരു മാനുഷിക ഭയമായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. പിന്നെ ഞാൻ ദൈവസന്നിധിയിൽ ആ ഓഫീസിൽ വെച്ച് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ, ഞാൻ എന്തു ചെയ്യണം? അപ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞത്, ഹല്ലേലൂയ സ്തോത്രം, നീ പോകണം, നീ പോയേ പറ്റത്തുള്ളൂ. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിക്കാൻ ഇടയായി തീർന്നു. ദൈവമക്കളെ, ഹല്ലേലൂയ, അന്ന് വൈകിട്ട് ഞാൻ ട്രെയിൻ കയറി. പിറ്റേ ദിവസം ഞാൻ എന്റെ ഭവനത്തിന്റെ അകത്തളത്തിൽ ചെല്ലുമ്പോൾ വീട്ടിൽ അകത്ത് കയറിയില്ല. പക്ഷെ റോഡിൽ തന്നെ നിൽക്കുമ്പോൾ ഹല്ലേലൂയ ഒരു 6-7 ആണുങ്ങൾ ഹല്ലേലൂയ സ്തോത്രം മുറ്റത്ത് വെള്ളയിട്ട് ഹല്ലേലൂയ തെക്കോട്ട് വടക്കോട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ദൈവത്തിനോട് ചോദിച്ചു, കർത്താവ്, ഇവിടെ ആരാ മരിക്കാൻ കിടക്കുന്നെന്ന് ചോദിച്ചു. പറഞ്ഞ സത്യമാ. ഹല്ലേലൂയ, ഒരു ശവപ്പെട്ടി മാത്രം മതി, ബാക്കിയെല്ലാം അവിടെ ഉണ്ട്. ആൾക്കാരെല്ലാം കട്ടിലിന്റെ ചുറ്റിനും നിന്ന് വെള്ളം കൊടുത്തോണ്ടിരിക്കുക, ചാകാറായവർക്ക് വെള്ളം കൊടുത്തോണ്ടിരിക്കുക. ഞാൻ അപ്പോഴും ദൈവത്തിന്റെ റോഡിൽ നിന്നോട്ട് ഞാൻ ചോദിച്ചു, കർത്താവ്, ഞാൻ എന്ത് ചെയ്യണം? അപ്പം മുറ്റത്ത് നിന്നവര് കളിയാക്കുന്നുണ്ട്, ഒരു പെന്തക്കോസ്തുകാരി വരുന്നുണ്ടോ, സൂക്ഷിച്ചോണമെന്ന്. അതവൻ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടിട്ട് 3 ആഴ്ച ആയുള്ളൂ. അപ്പോഴും ദൈവം നമുക്ക് അന്നേ ഒരു ദൈവ കൃപ തന്നു. അല്ലേലും അതല്ലേ അവരുടെ നാവ് കൊണ്ട് ദൈവം പറയിപ്പിച്ചേ. അല്ലേലും ഒരു പെന്തക്കോസുകാരി വരുന്നുണ്ട്, സൂക്ഷിച്ചോണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ദൈവത്തിനോട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? നീ നിന്റെ ഭവനത്തിനകത്തിലോട്ട് കയറിപ്പോകാൻ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞതനുസരിച്ച് ഞാൻ ഭവനത്തിനകത്തിലോട്ട് കയറി ചെല്ലുമ്പോൾ മുറ്റത്ത് നിന്നവർ ഓടിപ്പോയി. അവർക്ക് അറിയില്ല, അവർ ഓടിപ്പോയി. അല്ലേലും ഞാൻ എന്റെ ഭവനത്തിനകത്തളത്തിൽ ചെല്ലുമ്പോൾ എന്റെ മാതാവിനെയാണ് ചൂടി പുതപ്പിച്ച് മൂടി ഇട്ടിരിക്കുക, മുഖം മാത്രമേ വെളിയിലുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. എനിക്ക് ഭയമില്ല കേട്ടോ. ഹല്ലേലൂയ. ഞാൻ മാതാവിനോട് ചോദിച്ചു, എന്നെ എന്തിനാ വിളിപ്പിച്ചത്? ആദ്യത്തെ ചോദ്യം അതാ. ഹല്ലേലൂയ. കരയാനൊന്നും ഞാൻ പോയില്ല. ഹല്ലേലൂയ. വചനം തന്നെ പറയുന്നുണ്ടല്ലോ, നമ്മൾ മരിച്ചവർക്ക് വേണ്ടി കരയണ്ട, അവർ ഭൂമിയിലൊന്നും, അവരുടെ എല്ലാം കഴിഞ്ഞുപോയി, ഈ ഭൂമിയിലുള്ളതെല്ലാം കഴിഞ്ഞുപോയി. അത് ഞാൻ അന്ന് കുറെ എന്റെ സഹോദരങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. മരിച്ചവർക്ക് വേണ്ടി ഇനി ഒന്നും ചെയ്യണ്ട, അവർ ഈ ഭൂമിയിലെ സകലത്തിൽ നിന്നും അവർ കഴിഞ്ഞു പോയവരാ. അല്ലല്ല, ജീവനോട് ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്തത് ചെയ്തു, മരിച്ചു കഴിഞ്ഞിട്ട് ചെയ്യുന്നതൊന്നും പ്രാബല്യത്തിൽ വരുന്നതല്ല. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ അവിടെ നിന്ന് മാതാവിനോട് ചോദിച്ചു. അപ്പോൾ എന്റെ മാതാവിന് ശബ്ദമില്ല, മാതാവ് സംസാരിക്കത്തില്ല, മരിക്കാറായി കിടക്കുക. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ മാതാവിനോട് ചോദിക്കുമ്പോൾ തന്നെ എന്റെ പിതാവ് അടുത്തു നിന്ന് ചോദിക്കുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. പിതാവ് പറയുന്നുണ്ട്, അമ്മ മരിക്കാറായി കിടക്ക. അമ്മ മിണ്ടത്തില്ല, അമ്മയുടെ സംസാരശേഷി പോയി. അമ്മ ആഹാരം കഴിച്ചിട്ട് 3 ആഴ്ചയായി. 3 ആഴ്ച. എന്നോട് എന്നാണോ കയറരുതെന്ന് പറഞ്ഞത് അന്ന് രോഗക്കിടക്കയിലായതാണ്. സ്വത്രം. അതിനു മുമ്പേ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് പിന്നാണ് അറിയാവുന്നത്. സ്വത്രം. ഹല്ലേലൂയ. ഞാൻ അമ്മയോട് ചോദിച്ചു. അമ്മ ഒന്നും മിണ്ടിയില്ല, മിണ്ടത്തില്ല, മിണ്ടാൻ പറ്റത്തില്ല. സ്വത്രം. മിണ്ടാതെ കിടക്കുകയാണ്, എല്ലാ സംസാരശേഷി എല്ലാം പോയി. അപ്പോഴത്തേനും ഓരോരുത്തരിങ്ങനെ വെള്ളം വായിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ കൊടുക്കുന്ന വെള്ളം വെളിയിലും പോകുന്നുണ്ട്, അകത്തോട്ട് പോകുന്നില്ല. ദൈവമക്കളെ, ഹല്ലേലൂയ, ഞാൻ അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. പ്രാർത്ഥിച്ചത് പിന്നെ ഞാൻ ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് അമ്മ ആദ്യം കർത്താവിന്റെ ആണിപ്പാടുള്ള കരം അമ്മയുടെ തലയിൽ വെച്ച് തലോടിയപ്പോൾ ഹല്ലേലൂയ അമ്മ കണ്ണ് തുറന്നു. ഹല്ലേലൂയ സ്തോത്രം. കണ്ണ് അടച്ചു കിടന്ന കണ്ണ് തുറന്നു. രണ്ടാമത് ഞാൻ നെഞ്ചിൽ തലോടിയപ്പോൾ കരയാൻ തുടങ്ങി. 3-ാമത്തെ കരം എടുത്തു വെച്ച് ഞാൻ അമ്മയുടെ കയ്യിൽ പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ അതിശക്തമായിട്ട് ഹല്ലേലൂയ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങിയിട്ട് ആക്ഷൻ കാണിച്ചു പ്രാർത്ഥിക്കാൻ. ഞാൻ ഒന്ന് പറഞ്ഞു, വിശ്വസിച്ചാൽ ഞാൻ പ്രാർത്ഥിക്കാം, വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം, അല്ല നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കത്തില്ല. മരിക്കാറായി കിടക്കുന്ന മാതാവാണെന്ന് ഓർത്തോണം. ദൈവാത്മാവ് എന്നോട് പറഞ്ഞതിനനുസരിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴും അമ്മ വിടുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 40-ൽ ഇപ്രകാരം പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ? ഹല്ലേലൂയ. അതേ അധ്യായത്തിൽ തന്നെ 11-ന്റെ 25-ൽ പറയുന്നു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. ഹല്ലേലൂയ. അതേ മാർത്തയോട് തന്നെയാണ് ആദ്യം പറഞ്ഞത്. ഈ മാർത്ത
ഹല്ലേലൂയ മറന്നുപോയി. എങ്ങനെ മറന്നുപോയി എന്നറിയുമോ? തന്റെ സഹോദരൻ രോഗക്കിടക്കയിലായിരിക്കുന്നു, മരിക്കാറായി കിടക്കുന്നു എന്ന് പറയുമ്പോൾ കർത്താവ് അവിടെ കടന്നു ചെന്നില്ല. കർത്താവ് അവിടെ കടന്നു ചെല്ലാത്തതിനൊരു കാരണമുണ്ട് ദൈവം മക്കളെ. അവിടെ യേശു ക്രിസ്തു ദൈവമാണെന്ന് ഹല്ലേലൂയ ബെഥാനിയിൽ ആർക്കും അറിയില്ല. കർത്താവിനറിയാം. മരിച്ച ലാസറിനെ ഉയർപ്പിച്ചെങ്കിൽ മാത്രമേ ആ ദേശം വിടുവിക്കപ്പെടുകയുള്ളൂ. നമ്മുടെ തമ്പുരാൻ അറിയാവുന്നത് കൊണ്ടാണ് കർത്താവ് അവിടെ പോകാതെ ഇരുന്നത്. 4-ാമത്തെ ദിവസം ഹല്ലേലൂയ നാറ്റം വെച്ചപ്പോഴാണ് കർത്താവ് അവിടെ പോയത്. മാർത്തയോട് കർത്താവ് ചോദിക്കുന്നുണ്ട്, ലാസറിനെ അടക്കിയത് എവിടെയാ? ഹല്ലേലൂയ പറയുന്നുണ്ട്, കർത്താവ് നാറ്റം വെച്ച് തുടങ്ങി. നാറ്റം വെച്ച് തുടങ്ങിയിടത്തു നിന്ന് ഉയിർപ്പിക്കുന്ന ഒരു കർത്താവാണെന്ന് മാർത്തയ്ക്കറിയാം. എങ്കിലും അപ്രകാരം പറഞ്ഞപ്പോൾ രണ്ടാമത് ഒരു പ്രാവശ്യം കൂടി മാർത്തയെ ഓർമ്മിപ്പിക്കുകയാണ്. വിശ്വസിച്ച നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ? എൽസൺ സണ്ണി UP ദൈവ സഹോദരിയെ പ്രാർത്ഥിച്ചു. നിന്നോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ പലതുണ്ട്, നീ അത് കൈവിട്ടു പോയോ ദൈവമേ എന്ന് ചോദിക്കുന്നതിന് മുൻപേ വാഗ്ദത്തം എഴുതി വെച്ചിരുന്ന പ്രാർത്ഥിക്കാൻ ദൂതോർമ്മിപ്പിക്കുക. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ദൈവദാസിയെ നിന്നോട് കൂടെയുണ്ട്. നിന്റെ പ്രാർത്ഥനയ്ക്ക് വരും ദിവസങ്ങളിൽ മറുപടി തന്ന നിന്നെ മാനിക്കുന്ന ഒരു ദൈവത്തെയാണ് നീ വിളിക്കുന്നതെന്ന് മറന്നു പോകരുത്. പ്രാർത്ഥിച്ചു കൊള്ളുവാൻ ദൂതോർമ്മിപ്പിക്കുക. ഹല്ലേലൂയ സ്തോത്രം. അവിടെ മാർത്ത ഹല്ലേലൂയ പറയുന്നുണ്ട്, നാറ്റം വെച്ചു തുടങ്ങി. ദൈവമക്കളെ ഹല്ലേലൂയ യേശു ക്രിസ്തു കല്ലറയുടെ വാതിൽക്കൽ ചെന്നുകൊണ്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. പിതാവേ, അങ്ങന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവമക്കളെ, ഇത് തന്നെയാണ് ഞാനും പ്രാർത്ഥിച്ചത്. കർത്താവേ, അങ്ങന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചുറ്റിനും കൂടി നിൽക്കുന്ന ജനങ്ങളുടെ ഉൾക്കണ്ണുകളെ തുറക്കുവാൻ തക്കവണ്ണം മരിച്ച ലാസറെ നീ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ലാസർ പുറത്തു വന്നതുപോലെ കെട്ടപ്പെട്ടവനായി പുറത്തു വന്നു. ദൈവമക്കളെ, ഞാൻ പറയാം, ഹല്ലേലൂയ, ഞാൻ കണ്ണു തുറക്കുമ്പോൾ എന്റെ മാതാവ് മരിക്കാറായി കിടന്ന് എന്റെ മാതാവ് എഴുന്നേറ്റിരുന്ന് എന്റെ കാലെ പിടിച്ച് മാപ്പി ചോദിക്കാതെ മക്കളെ, ഹല്ലേലൂയ സ്തോത്രം. മരിച്ച വ്യക്തികളെ പോൽ ഉയർപ്പിക്കുന്ന ദൈവത്തിന്റെ ശക്തി. ഹല്ലേലൂയ ദൈവദാസിമാരെ, നിങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഈ കാലത്ത് ഞാൻ സകല ജലത്തിന്റെ മേലെ എന്റെ ആത്മാവിനെ പകരുന്നത് എന്തിനാണെന്ന് അറിയുമോ? ദൈവദാസി പ്രാർത്ഥിച്ചു. ദൈവം നിന്നിലൂടെ ചില പ്രവർത്തികൾ ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇത്രയും നാളും ചെയ്തതല്ല, ഇനിയും ചില ദൈവ പ്രവർത്തികൾ ദൈവദാസിയിലൂടെ ദൈവം ചെയ്തെടുക്കുമെന്ന് ദൈവം ദൂതോർമ്മിപ്പിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ദൈവമക്കളെ ഹല്ലേലൂയ, എന്റെ മാതാവ് എഴുന്നേറ്റിരുന്നു, എന്റെ കാലെ പിടിച്ചു മാപ്പി ചോദിക്കുന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു, എന്റെ കാലല്ല പിടിക്കണ്ടേ, കർത്താവിന്റെ കാലെ പിടിച്ചോളാൻ പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾക്കറിയുമോ, ഹല്ലേലൂയ, എന്റെ ഭവനത്തിൽ ആരും അറിയാതെ, എന്റെ നാട്ടുകാരറിയാതെ, എന്റെ വീട്ടുകാരറിയാതെ 30 കിലോമീറ്റർ ദൂരത്തിൽ ഓട്ടോ പിടിച്ചു വന്ന് ഹല്ലേലൂയ എന്റെ മാതാവ് സ്നാനപ്പെടുവാൻ, വിശ്വാസ സ്നാനം ഏൽക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ എന്റെ മാതാവ് എന്നോട് പറഞ്ഞു, മക്കളെ, നീ ആരോടും പറഞ്ഞില്ലെങ്കിൽ എന്റെ കർത്താവിനെ എനിക്ക് കാണണം, എന്റെ കർത്താവിന്റെ അടുക്കൽ എനിക്ക് പോകണം എന്ന് പറഞ്ഞ ഒരു പ്രാഗൽഭ്യത്തോടെ എന്റെ മാതാവ് വന്ന് ഹല്ലേലൂയ അന്നല്ല 2 വർഷം കഴിഞ്ഞ് വന്ന് സ്നാനപ്പെടുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ പറഞ്ഞു വന്നത്, ഞാൻ അമ്മയ്ക്ക് വേണ്ടി 3 ദിവസം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ആർക്കും അറിയത്തില്ല. 3 ദിവസം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ 3-ാമത്തെ ദിവസമാണ് അമ്മ ഇവിടെ ഓട്ടോയുമായി കടന്നു വന്നത്. ഹല്ലേലൂയ എനിക്ക് സ്നാനപ്പെടണമെന്ന് ഏൽപ്പിച്ചു കൊടുത്തത്. ദൈവമക്കളെ, നമ്മളുടെ ഉപവാസവും പ്രാർത്ഥനയും വിശ്വാസത്തോടു കൂടിയായിരുന്നാൽ ഹല്ലേലൂയ നമ്മളൊരു വിശ്വാസത്യാഗം ചെയ്യണം. കർത്താവ് എനിക്കിത് തരും. ഹല്ലേലൂയ തന്നതിനായിട്ട് സ്തോത്രം പറഞ്ഞു പ്രാർത്ഥിക്കുക. എബ്രായർ 11:1 പറയുന്നത് പോലെ വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഒരു ഉറപ്പാ. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ ജിറ്റിമോളെ, ഹല്ലേലൂയ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. നിന്നോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ഈ വരും ദിവസങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ചില വ്യക്തികൾ നിന്റെ ഭവനത്തിനകത്തളത്തിൽ കടന്നു വന്ന് നിന്നെ പ്രബോധിപ്പിക്കുന്നത് പോലെ, നിന്നെ ഉപദേശിക്കുന്നത് പോലെ ചില വ്യക്തികൾ നിന്റെ ഭവനത്തിനകത്തളത്തിൽ കടന്നു വന്ന് ഹല്ലേലൂയ സ്തോത്രം, നീ പല ദേശങ്ങളിലും രാജ്യങ്ങളിലും കടന്ന് ദൈവത്തിന്റെ വേലയ്ക്കായി കടന്നു പോകണമെന്ന് അവർ ഉപദേശിക്കുന്ന ഉപദേഷ്ടാവിനെ വിട്ടുകളയാതെ ദൈവത്തിന്റെ മർമ്മങ്ങളെ ഘോഷിപ്പാൻ നീ പാട്ടു പാടുമ്പോൾ തന്നെ ദൈവത്തിന്റെ മർമ്മങ്ങളെ ആത്മാവിനെ ചോദിച്ചു വാങ്ങിച്ചു. ദൈവപ്രവർത്തി നിന്നിലൂടെ അനേകർക്കും വിടുതൽ കൊടുക്കുവാൻ തക്കവണ്ണം പൈതലേ, നിന്നെ എടുത്ത് പ്രയോജനപ്പെടുത്തുവാൻ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൂതോർപ്പിക്കുക, ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു കൊള്ളുക.
അനേകരുടെ പ്രാർത്ഥന നിനക്കുണ്ട്. ഒരാളുടെയോ രണ്ടുപേരുടെയോ അല്ല, അനേകരുടെ പ്രാർത്ഥന നിന്നിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ തന്നെ നിന്നെ ദൈവം എടുത്ത് പ്രയോജനപ്പെടുത്തും. ശക്തമായിട്ട് പ്രാർത്ഥിച്ചു കൊള്ളുക ദൈവമക്കളെ. ഹല്ലേലൂയ. ഞാൻ എന്റെ ഹല്ലേലൂയത്തിലേക്ക് കടന്നു വരികയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് എന്റെ മാതാവിനെ ഹല്ലേലൂയ രക്ഷിക്കപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. അങ്ങനെ പല മരണങ്ങളും കണ്ട് ഹല്ലേലൂയ മരണത്തിൽ നിന്ന് 5 മരണത്തിൽ നിന്ന് വിടുവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ഹല്ലേലൂയ, സ്തോത്രം. ഈ ലാസ്റ്റിലെ ഹല്ലേലൂയ ഒരു മരണം ഞാൻ ഏപ്രിൽ 1-ാം തീയതി ബൈബിൾ കോളേജിൽ പഠിക്കാൻ ദൈവം പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. ദൈവത്തോട് ചോദിച്ചു, കർത്താവ് പറഞ്ഞു ഹല്ലേലൂയ നീ പോ എന്ന് എന്നോട് ശക്തമായിട്ട് ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ പോയത്. ഹല്ലേലൂയ, സ്തോത്രം. 2 ദിവസം പോയി. 3-ാമത്തെ ദിവസം വഴിയിൽ വെച്ച് എന്റെ വാഹനത്തിന് ഒരു തടസ്സം. ഞാൻ 2 വീലറല്ല, 30 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ. എല്ലാവർക്കും ഇപ്പോഴും അതിശയമാ, ഇത്രയും ദൂരം വണ്ടി ഓടിച്ചു വന്ന് ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ല, ഒരു ദിവസം പോലും ലേറ്റ് ആയിട്ടില്ല. എന്റെ കർത്താവ് എത്ര മഴയാണേലും ഹല്ലേലൂയ പറഞ്ഞൊന്നും ഒത്തിരിയുണ്ട് എങ്കിലും ഹല്ലേലൂയ, സ്തോത്രം. ആ വണ്ടി സ്വല്പം സ്ലോ ആകുന്ന കണ്ടപ്പോൾ ഞാൻ ദൈവത്തിനോട് പറഞ്ഞു, ഇങ്ങനെ തന്നെ എന്റെ പ്രാർത്ഥനാ ശൈലിയാ ഞാൻ പറയുന്നത്, കർത്താവെ അപ്പച്ചൻ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇറങ്ങി വന്നത്, പിന്നെന്താ വണ്ടി ഇങ്ങോട്ട് പോകുന്നത്? ഞാൻ ചോദിച്ച ചോദ്യ. അന്നേരം ഞാൻ ഒന്ന് ശാസിച്ചു, വീട്ടുപോ സാത്താനെ എന്നും പറഞ്ഞ് ശാസിച്ചു. അത് അന്നേരം വണ്ടി സ്റ്റാർട്ടായി. അങ്ങനെ 2 പ്രാവശ്യം അതുണ്ടായി. പക്ഷെ ഒരു തടസ്സവും ഇല്ലാതെ ദൈവം എന്നെ നടത്തി. ഹല്ലേലൂയ. ഏപ്രിൽ 23-ാം തീയതിയാണ് ഹല്ലേലൂയ ആ ഗ്രൗണ്ടില് ഞങ്ങളെ 11:30-ക്ക് ലഞ്ചിനല്ല ബ്രേക്കിന് വിടുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ആദ്യത്തെ റോയിൽ ഇരുന്നുകൊണ്ട് ഞാൻ ആദ്യം ഇറങ്ങി വന്ന് എന്റെ ചെരുപ്പ് ഇടുമ്പോൾ തന്നെ ഏതോ വേറെ ഒരു ചെരുപ്പിൽ തട്ടി ഞാൻ മറിഞ്ഞു വീണത് എങ്ങനെയാണെന്ന് വെച്ചാൽ വലത് കൈ കുത്തിയാ മറിഞ്ഞു വീണു. പക്ഷെ മറിഞ്ഞു വീണത് പലരും പറഞ്ഞ കാല് പൊങ്ങിയിരിപ്പുണ്ട്, തലയും പൊങ്ങിയിരിപ്പുണ്ട്, എങ്ങും ഇടിച്ചിട്ടില്ല, പുറം മാത്രമേ ഇടിച്ചിട്ടുള്ളൂ. ദൈവമക്കളെ, ഞാൻ ഒന്നും പറ്റാത്ത പോലെ ചാടി എഴുന്നേറ്റു. പക്ഷെ ചാടി എഴുന്നേറ്റതും ഞാൻ അവിടെ തല കറങ്ങി വീണ് കഴിഞ്ഞിട്ട് ദൈവമക്കളെ എനിക്ക് 12 മിനിറ്റ് നേരത്തേക്ക് ജീവനില്ല. അറിയുമോ, അതിനകത്തിൽ തന്നെ ഒരു ദൈവദാസനും ഭാര്യ നേഴ്സ്, വേറെ ഒരു ദേവദാസി നേഴ്സ്, അവിടെ വേറെ ഒരു ദൈവദാസനുണ്ട്, അത് നേഴ്സ്. ദൈവം എനിക്കായിട്ട് ഒരുക്കി വെച്ചിരുന്നതാ കേട്ടോ. ഹല്ലേലൂയ. ഇവര് 3 പേരും ഓടി വന്ന് എനിക്ക് ഫസ്റ്റ് എയ്ഡ് തരാൻ നോക്കുന്നുണ്ട്. സ്തോത്രം. ഒന്നും സംഭവിക്കുന്നില്ല. സത്യം പറഞ്ഞ അന്ന് പൾസ് നോക്കിയത് ഇപ്പോഴും എനിക്ക് കൈക്ക് വേദന, അത്രയ്ക്ക് പൾസ് നോക്കിയതാ. 12 മിനിറ്റ് നേരത്തേക്ക് എനിക്ക് ജീവനില്ല, എന്റെ ശരീരത്തിൽ ജീവനില്ല. ഞാൻ കണ്ട ദർശനം, ഞാൻ ഒരു സ്വർഗീയ ദർശനം കണ്ടു ദൈവമക്കളെ. ഞാൻ ഒരു സ്വർഗീയ ദർശനം കണ്ടത് ഇപ്രകാരമാണ്. കർത്താവ് ഹല്ലേലൂയ, ഞാൻ സ്വർഗത്തിൽ ചെന്നിട്ട് ഹല്ലേലൂയ സൂര്യൻ, അതായത് വെളിപ്പാട് 1:16 പറയുന്നത് പോലെ കർത്താവിന്റെ മുഖം സൂര്യനെ പോലെ നിൽക്കുന്നു. ആ സൂര്യന്റെ നടുക്ക് നിൽക്കുന്നത് വലിയൊരു കുരിശ്. ഈ കുരിശിന്റെ പുറകിൽ നിന്ന് 2 ദൂതന്മാർ ചാമ്പ്ര വിശറി കൊണ്ട് വീശിക്കൊണ്ടിരിക്കുന്നു. ദൈവാത്മാവ് ഞാൻ നേരിട്ട് കണ്ട സംഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾ ഇത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. 2 ദൂതന്മാർ നിന്ന് ഹല്ലേലൂയ കർത്താവിനെ ചാമ്പ്ര വീശിക്കൊണ്ടിരിക്കുന്ന ദർശനം. ഹല്ലേലൂയ. സ്വർഗത്തിൽ മൗനത. ഞാൻ ദൈവത്തിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് പഠിക്കണം, എനിക്ക് പോകണം, എനിക്ക് ഹല്ലേലൂയ. ഞാൻ 3 വിഷയമാ പറഞ്ഞത്. എനിക്ക് പോകണം, എനിക്ക് പഠിക്കണം, എനിക്ക് എഴുതണം. അവിടെ നോട്ട്സ് എഴുതുക. അവര് പറയുമ്പോൾ തന്നെ സ്പീഡിൽ അവര് പറയുന്നത്, സ്പീഡിൽ എഴുതുമ്പോൾ തന്നെ എനിക്ക് സ്പീഡുണ്ട്. ഞാൻ ഷോർട്ട് ആൻഡ് സ്റ്റെനോഗ്രാഫറാ, എനിക്ക് നല്ല സ്പീഡുണ്ട് കേട്ടോ. അവർ പറയുമ്പോൾ തന്നെ നമ്മൾ അത് വേഗത്തിൽ എഴുതണം. അവർ അതുപോലെ പറഞ്ഞു പോകുന്നേ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ദൈവത്തിനോട് പറഞ്ഞാണ്, എനിക്ക് എഴുതണം, എനിക്ക് പഠിക്കണം, എനിക്ക് പോകണം. ഈ 3 വിഷയം ഞാൻ ദൈവത്തോട് പറഞ്ഞുള്ളൂ. അല്ലാതെ എനിക്ക് ഭൗതികം വേണമെന്നോ വീട് വേണമെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞതും പിന്നെ സ്വർഗത്തിൽ മൗനത. ദൈവാത്മാവ് ഹല്ലേലൂയ ഇടി മുഴങ്ങുന്നത് പോലെ ഒരു ശബ്ദം. ആ മുഴക്കം ഇതുവരെ എന്റെ കാതിൽ നിന്ന് പോയിട്ടില്ല ദൈവമക്കളെ. ഇടി മുഴക്കുന്നത് പോലെ ഒരു ശബ്ദം. ഹല്ലേലൂയ. ശരി എന്ന് പറയുന്നതും ഞാൻ കണ്ണു തുറക്കുമ്പോൾ എന്നെ ഫസ്റ്റ് എയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ സിസ്റ്റർ പറയുന്നതാണ്, റെജി സാറ് സിസ്റ്റർ മരിച്ചിട്ടില്ല, കണ്ണു തുറന്നു. അപ്പൊ ഞാൻ മരിച്ചെന്നും പറഞ്ഞാണ് അവർ എനിക്ക് പൾസ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ സിസ്റ്റർ പറഞ്ഞാണ്, ഇപ്പോഴും പറഞ്ഞ് ചിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. സിസ്റ്റർ പറഞ്ഞാണ്, റെജി സാറ് സിസ്റ്റർ മരിച്ചിട്ടില്ല, കണ്ണു തുറന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവം എനിക്ക് ഹല്ലേലൂയ മരിച്ചുപോയി എന്ന് കരുതിയിടത്തു നിന്ന് പിശാചായവൻ പലതും നോക്കും ദൈവമക്കളെ. നമ്മളെ താഴെ തള്ളിയിടാൻ നോക്കും, നമ്മളെ രോഗിയാക്കാൻ നോക്കും. അതിൽ നിന്നെല്ലാം നമ്മൾ രക്ഷ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കർത്താവിൽ നമ്മൾ ഉറച്ചു വിശ്വസിച്ചാലുണ്ടല്ലോ, നമ്മൾ ദൈവത്തിന്റെ മഹത്വം കാണും ദൈവമക്കളെ. ഹല്ലേലൂയ, സ്തോത്രം.
ആ 12 മിനിറ്റ് കഴിഞ്ഞ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ട് ചെന്നപ്പോൾ അല്ലെ ECG എടുത്ത് ഒരു കുഴപ്പമില്ല, നോർമൽ, BP നോർമൽ, ഷുഗർ നോർമൽ, ഐ ഹാവ് നോ ഡിസീസസ്, എനിക്ക് ഒരു രോഗവുമില്ല. എന്റെ ഒടിഞ്ഞ കയ്യ് കുത്തിയാണ് വീണത്, എന്റെ എല്ലും ഒടിഞ്ഞിട്ടില്ല, ഒരു കുഴപ്പവും ഇല്ല. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, അത്ര ശക്തിയായിട്ട് വീണ എന്റെ ശരീരത്തിന് ഒരു എല്ലിന് പോലും ഒരു കേടും സംഭവിക്കാതെ എന്റെ അപ്പൻ എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ ദൈവമക്കളെ നിങ്ങൾ ഇന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ. നമ്മുടെ അസ്ഥികൾക്ക് ഹല്ലേലൂയ കേടുവരുത്താതെ, നമ്മുടെ ശരീരത്തിന് കേടുവരുത്താതെ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിന് കേടുവരുത്താതെ, നമ്മുടെ ജീവിതത്തിൽ പല പങ്കപ്പാടുകളും നമ്മൾ അനുഭവിക്കുമ്പോൾ അതിൽ നിന്നൊക്കെയും വിടുതൽ തന്ന് നമ്മളെ സ്നേഹത്തോടെ കയറിവ മകളെ എന്ന് പറയുന്ന ആ വാക്കിന് വേണ്ടി, ആ ശബ്ദത്തിന് വേണ്ടി നമ്മൾ കാതോർത്തിരിക്കുകയാണെങ്കിൽ ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും. ഞാൻ പറഞ്ഞില്ലേ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കുമ്പോൾ ഒന്നിനും ഒരു കേടില്ല. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് വന്ന് ഞാൻ അവിടെ സാക്ഷ്യം പറഞ്ഞു, സ്റ്റേജിൽ കയറി സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞിട്ട് അന്ന് ഓരോ ദേവദാസന്മാരും വന്ന് നിപ്പുണ്ട്. ആന്റി ഞങ്ങൾ കൊണ്ടുവിടണോ? കാറും കൊണ്ട് വന്ന് നിപ്പുണ്ട്. ഹല്ലേലൂയ, തന്നെ വണ്ടി ഓടിച്ചു പോകണ്ട. ഞാൻ പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ധൈര്യത്തോടെ ഞാൻ വാഹനം ഓടിച്ചു വന്നു. സ്വത്രം ദൈവമക്കളെ, ഓരോ കട്ടറിനകത്ത് ചെന്ന് വീഴുമ്പോഴും കൈ വേദന എടുക്കുന്നുണ്ട്. പക്ഷെ ഞാനത് കാര്യമാക്കിയില്ല. പക്ഷെ ഞാൻ എന്റെ ഭവനത്തിനകത്തളത്തിൽ വരുവാൻ ഇടയായി തീർന്നു. ദൈവം എന്റെ യാത്രയിലൊക്കെയും കൂടെ ഇരുന്ന് എന്റെ സർവശക്തനായ ദൈവം വിടുവിച്ച് തക്ക സമയത്ത് എന്നെ ഭവനത്തിൽ കൊണ്ടുവന്നു. പക്ഷെ പിറ്റേ ദിവസം നോക്കുമ്പോ എന്റെ കൈ ഉരല് പോലെ വന്ന് വീങ്ങിയിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. എനിക്കറിയില്ല, മാംസം ഉടഞ്ഞു പോയതാ. ഹല്ലേലൂയ, സ്തോത്രം. എങ്കിലും ഹല്ലേലൂയ, ഒരാഴ്ച എനിക്ക് ഹല്ലേലൂയ ഭയങ്കര വേദനയായിരുന്നു. പക്ഷേ കർത്താവ് എന്നെ അവിടെ നിലയ്ക്ക് നിർത്തി. എന്റെ കർത്താവ് സകല വേദനകൾക്കും, ഹല്ലേലൂയ ദൈവമക്കളെ, നമ്മുടെ വേദന, നമ്മളുടെ കഷ്ടപ്പാട് സകലത്തെയും, നമ്മുടെ പാപങ്ങളെ മുഴുവനും നമ്മുടെ കർത്താവ് ക്രൂശിന്മേൽ വഹിച്ചു കഴിഞ്ഞതാ. പിന്നെ നമ്മൾക്കൊരു രോഗമോ, നമ്മൾക്കൊരു വേദനയോ, നമ്മൾക്ക് പട്ടിണിയോ, ദുഃഖമോ, ദാരിദ്ര്യമോ ഒന്നും വരാൻ ദൈവം നമ്മളെ അനുവദിക്കത്തില്ല. ദൈവമക്കളെ, നിങ്ങൾ ധൈര്യത്തോടെ വിശ്വാസത്തോടെ ഇന്ന് നിങ്ങൾ ദൈവസന്നിധിയിലായിരുന്നാൽ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി തന്ന നിങ്ങളെ മാനിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ഇന്ന് വിളിക്കുന്നത്. ഹല്ലേലൂയ. ഈ സൂം പ്ലാറ്റ്ഫോം, ഹല്ലേലൂയ, സ്തോത്രം, ഓരോരുത്തര് 2 മണിക്കൂർ വന്ന് ആരാധന കഴിഞ്ഞ് മടങ്ങി പോകുമ്പോൾ ഹല്ലേലൂയ നമ്മൾ കേൾക്കുന്ന സമയം മാത്രം വിശുദ്ധരല്ല ദൈവമക്കളെ. ഹല്ലേലൂയ, എപ്പോഴും നമ്മൾ നിർമ്മതരായിരിക്കണം, എപ്പോഴും നമ്മൾ വിശുദ്ധിയുള്ളവരായിരിക്കണം. വിളക്ക് കത്തിച്ചാരും പറയും കീഴ വെക്കത്തില്ല. ഹല്ലേലൂയ, പറയും കീഴ് വെച്ചാൽ അത് കെട്ടുപോകും. ഹല്ലേലൂയ, വിളക്ക് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം ദൈവമക്കളെ. അത് മറ്റുള്ളവർക്ക് മറഞ്ഞിരിപ്പാൻ പാടുള്ളതല്ല. നമ്മളൊരു കത്തുന്ന വിളക്കായി നമ്മൾ ശോഭിച്ചാൽ നമ്മളിലൂടെ അനേകർ ഹല്ലേലൂയ വെളിച്ചത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീരും. കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് പാപക്കുഴിയിൽ കടന്ന് നമ്മളെ, ഇരുളിൽ കടന്ന് നമ്മളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഇരുളിൽ കിടക്കുന്ന മറ്റുള്ളവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനാ ദൈവം നമ്മളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥനയോട് കൂടി ആയിരുന്ന ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇതിലായിരിക്കുന്ന ഓരോ ദൈവദാസിമാരോട് ദൈവത്തിന്റെ ആത്മാവാലോചന കൈമാറുന്നത് അപ്രകാരം തന്നെയാണ്. ഹല്ലേലൂയ, നിങ്ങളെ എടുത്ത് പ്രയോജനപ്പെടുത്തുവാൻ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളുക. ഹല്ലേലൂയ, ദൈവമേ എന്നിലൂടെ പ്രവർത്തിക്കേണ്ടത്, ഹല്ലേലൂയ ദൈവമേ എനിക്കൊന്ന് പറഞ്ഞു തരണമേ, അപ്പ എന്നോടൊന്ന് സംസാരിക്കണമേ എന്ന് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ രാത്രിയുടെ യാമങ്ങളിൽ നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കും. ഹല്ലേലൂയ, സ്തോത്രം. സൂസൻ അലക്സാണ്ടർ ദേവദാസിയെ പ്രാർത്ഥിക്കുക. ഈ വരും ദിവസങ്ങളിൽ രാത്രികളിൽ നീ ദൈവത്തിന്റെ ശബ്ദം കേൾക്കും. എന്തിനാണെന്നറിയുമോ? ഇരുളിൽ കിടക്കുന്ന ജനത്തിനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ. ഹല്ലേലൂയ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ശമൂവേൽ ശബ്ദം കേട്ടു. പക്ഷേ ഹല്ലേലൂയ ശമൂവേലിന് അറിയത്തില്ല, അന്ന് വെളിപ്പാടോ ദർശനങ്ങളോ തീരെ ഇല്ലാതിരുന്ന സമയത്ത് ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ പുരോഹിതന്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, നീ എന്നെ വിളിച്ചോ? അപ്പോൾ പറയുന്നതാണ്, ഇനിയും വിളിക്കും, അടിയൻ ഇതാ എന്ന് പറയണമെന്ന് പറഞ്ഞതുപോലെ സൂസൻ സിസ്റ്റർ പലപ്പോഴും നീ ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ, അത് കാര്യമാക്കിയില്ല. എന്നെ ആരോ വിളിക്കുന്നു എന്ന് പറഞ്ഞ് തിരിഞ്ഞു കടന്ന സമയമുണ്ട്. ദൈവദാസിയെ ദൈവദൂത് ഹല്ലേലൂയ ഓർമ്മിപ്പിക്കുന്നത് ഇപ്രകാരമാണ്, നിന്നെ വിളിച്ചത് വേറെ ആരുമല്ല, ദൈവത്തിന്റെ ശബ്ദമാണ്. നീ ആ ശബ്ദത്തിന് ചെവി കൊടുത്ത് ദൈവത്തോട് സംസാരിക്കുവാൻ പ്രാപ്തിയുള്ളവരായി ഹല്ലേലൂയ ആയിത്തീർന്ന് മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിൽ നാം ഓർമ്മിപ്പിക്കുകയാണ്. പ്രാർത്ഥിച്ചു കൊള്ളുക. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം.
നമുക്കൊരു വചനം വായിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. രക്തത്തിനാലും വചനത്തിനാലും പരിശുദ്ധാത്മാവിനാലും ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ എന്റെ സാക്ഷ്യം മുഴുവനും പറഞ്ഞില്ല, എങ്കിലും ഇനിയും സമയമുണ്ടെങ്കിൽ ഹല്ലേലൂയ ദേവദാസി ഇനി എന്നെ ക്ഷണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് സാക്ഷ്യം പറയാം. പക്ഷേ ഹല്ലേലൂയ ഞാൻ ഒരു സാക്ഷ്യം പറയുന്നു. മരണക്കിടക്കയിൽ നിന്ന് ഹല്ലേലൂയ ഞാൻ എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. രണ്ടാമത് ആക്സിഡന്റ് ഉണ്ടായപ്പോൾ ഹല്ലേലൂയ എനിക്കറിയില്ല, ഞാൻ വാഹനം ഓടിച്ചുകൊണ്ട് വന്നപ്പോൾ ഹല്ലേലൂയ റോഡ് ക്രോസ് ചെയ്യുകയാണ്. ആദ്യം ഒരു വാഹന അപകടം ഉണ്ടായി. അത് ഞാൻ പോയി ഇടിച്ചല്ല കേട്ടോ. ഹല്ലേലൂയ അതും എന്നെ വന്ന് ഇടിച്ചതാ. ഇടത്തുകാലം ഒടിഞ്ഞതാ. ഹല്ലേലൂയ 6 കമ്പിയുണ്ട് കാലയില. പക്ഷെ അന്ന് ഡോക്ടർ പറഞ്ഞ് നടക്കരുത്, ഓടരുത്, ചാടരുത്, വെയിറ്റ് എടുക്കരുത്. പക്ഷെ ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്. ഇതുവരെ ദൈവകൃപയാൽ ഒരു കുഴപ്പവും ഇല്ല കേട്ടോ. ഹല്ലേലൂയ. ഇത് രണ്ടാമതൊരു ആക്സിഡന്റ് ഉണ്ടായി. എന്റെ തലയാ പോയി അടിച്ചത് താഴെ. ഹെൽമെറ്റ് രണ്ടായിട്ട് പൊട്ടിപ്പോയി. അപ്പൊ നിങ്ങൾ ഓർത്തേ, ഒരു കല്ലേല പോയി ഇടിച്ചത്. അപ്പൊ ഇടിച്ച എനിക്ക് തലേന്നല്ല, എന്റെ ശരീരത്തിലെ രക്തം മുഴുവനും പോയി. ഇവിടുന്ന് വണ്ടാനം വരെ ആംബുലൻസ് പിടിച്ച് അന്നേരം ഇടിച്ചൊരു കൊണ്ട് എനിക്കറിയില്ല. സ്വത്രം ഞാൻ മരിച്ചുപോയി. സ്വത്രം. ഹല്ലേലൂയ അതാണ് സംഭവം. ഹല്ലേലൂയ അപ്പോഴത്തേനെ എന്റെ മകളും ഹല്ലേലൂയ നാത്തൂനും ഒക്കെ അങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് വന്നിട്ട്, ഞാൻ സമയമില്ലാത്തോണ്ട് ചുരുക്കി പറയാ, ഡോക്ടർ നോക്കിയിട്ട് വെളി വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ അമ്മയാണോ? നിങ്ങളുടെ അമ്മ മരിച്ചുപോയി കേട്ടോ, കൊണ്ടുപോക്കോ, വേണമെന്നുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് ഹരിപ്പാട്ട് ഹോസ്പിറ്റലിൽ പോയി ഒന്ന് ചെക്കപ്പ് ചെയ്തിട്ട് കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞു. അയ്യോ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മയാ, ഒന്നും സംഭവിക്കത്തില്ല, ഡോക്ടർ ഒന്നും കൂടെ നോക്കണമെന്നും പറഞ്ഞോണ്ട് ഹല്ലേലൂയ ഡോക്ടറെ പറഞ്ഞയച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ സഹിക്കാൻ വയ്യ, ഇവരെ ഇനി എന്തുവാ പറയണ്ടെന്നും പറഞ്ഞോണ്ട് ഇടി ഇടിച്ചോണ്ട് ഡോക്ടർ പോയി അകത്ത് ചെന്നിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നിട്ട് സംഭാഷിച്ച സംഭാഷണമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ അമ്മ കണ്ണും മൂക്കും ഒന്നും തുറന്നില്ല, വാ തുറന്ന് യേശുവേ സ്തോത്രം എന്ന് മാത്രമേ പറഞ്ഞോളൂ. അത് മതിയല്ലോ അല്ലേ? എന്റെ മോള് പറഞ്ഞു, അത് മതിയല്ലോ, ജീവൻ ഉണ്ടല്ലോ, ഡോക്ടർ നോക്ക് എന്ന് പറഞ്ഞാണ്. ദൈവമക്കളെ, കർത്താവ് 3-ാമത്തെ ദിവസം ജീവനോടെ ഉയർത്തെഴുന്നേറ്റതുപോലെ എനിക്ക് പിന്നെ 3-ാമത്തെ ദിവസമാണ് ജീവൻ വെച്ചത് കേട്ടോ. ഇതെല്ലാം ഭയങ്കര സാക്ഷ്യം. അതാ ഞാൻ പറഞ്ഞ 3-ാമത്തെ ദിവസം എനിക്ക് ജീവൻ വെച്ചത്. അതുവരെ ജീവനില്ല, ശരീരത്തിലെ ബ്ലഡ് എല്ലാം പോയി. ഹല്ലേലൂയ സ്തോത്രം. ദൈവമക്കളെ, പറഞ്ഞു വന്ന എന്നാണെന്ന് അറിയുമോ? അവിടെ 7-ാമത്തെ ദിവസം എന്നെ ഡിസ്ചാർജ് ആക്കുമ്പോൾ എനിക്ക് എഴുന്നേക്കാൻ വയ്യ. എഴുന്നേക്കുമ്പോൾ തല കറങ്ങി ഞാൻ താഴെ വീഴും. അപ്പോൾ ഞാൻ ദൈവത്തിനോട് സംസാരിച്ചു, കർത്താവേ ഞാൻ എന്തു ചെയ്യണം? അപ്പൊ ഡോക്ടർ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, അന്ന് ഒരു ദിവസം കൂടെ കിടക്ക. പിറ്റേ ദിവസം ഒരു 12 മണിയായപ്പോൾ ഞാൻ ബെഡിൽ കിടന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അന്നെ ആരാധനാലയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചതുപോലെ അടുത്ത് കിടക്കുന്ന ബെഡിൽ കിടക്കുന്നവർ പറയുന്നുണ്ട്, ഈ സ്ത്രീക്ക് വട്ടു പിടിച്ചതാണെന്ന് തോന്നുന്നു, കുറെ നേരം കൊണ്ട് പിറുപിറുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അല്ലേല്ലേ? അപ്പോൾ ഞാൻ എന്റെ മനസ്സിൽ പറയുന്നുണ്ട്, അന്നെ ആരാധനാലയത്തിൽ നിന്ന് പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കുക മക്കളെ. അല്ലേല്ലോ? വേറെ ഒന്നും അല്ല. അല്ലേലിയോ സ്തോത്രം. ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ദൈവത്തോട് ചോദിച്ചു, എന്നെ എന്തിനാ അപ്പച്ചാ ഇവിടെ കൊണ്ടുവന്ന? ജോലിക്ക് ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ഞാനല്ലേ? അപ്പൊ നമ്മളെ കൊണ്ടൊരു പദ്ധതി ഉണ്ടെങ്കിൽ അവിടെ ദൈവം നമ്മളെ കൊണ്ടുപോകും. ദൈവമക്കളെ, അല്ലേല്ലോ? അന്ന് 2 ഡോക്ടർമാർ അവിടെ രക്ഷിക്കപ്പെടാൻ ഇടയായി തീർന്നു. ഞാൻ അതാ പറഞ്ഞു വന്നത്. ഹല്ലേലൂയ. ഞാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ എനിക്ക് തല കറങ്ങി ഞാൻ താഴെ വീഴും. അപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞു. ദൈവത്തോട് ഞാൻ ചോദിച്ചു, കർത്താവേ ഞാൻ എന്തു ചെയ്യണം? ഞാൻ ഇങ്ങനെ രോഗം വന്ന് എഴുന്നേൽക്കാൻ വയ്യാതെ ഞാൻ എന്തു ചെയ്യും? അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചതാണ്, എന്നെ അറിഞ്ഞ നിന്നിൽ നിന്നും ചിലതറിയാൻ ഇവിടെ ആൾക്കാരുണ്ട്, അവര് കടന്നു വരും, അപ്പോൾ നീ അത് പറഞ്ഞു കൊടുക്കണം. എന്താണെന്ന് എനിക്കറിയില്ല, ദൈവാത്മാവ് എന്നോട് പറഞ്ഞതാ, എന്നെ അറിഞ്ഞ നിന്നിൽ നിന്നും ചിലതറിയാൻ ഇവിടെ ഉണ്ട്, അവര് കടന്നു വരും. ദൈവമക്കളെ, നിങ്ങൾക്ക് കേൾക്കണമോ? ഒരു 12:30 മണിയായപ്പോൾ ഒരു 12 ഡോക്ടർമാർ കടന്നു വന്നിട്ട് ആദ്യം ആ ഡോക്ടർ ചോദിക്കണം, മെയിൻ ഡോക്ടർ, അവർ ചോദിക്കുന്നത് ഇപ്രകാരമാണ്, നിങ്ങൾ പെന്തക്കോസുകാരായില്ലേ? അപ്പൊ അയാൾ കത്തോലിക്കനാ, ഓർത്തോണം. ഞാൻ പറഞ്ഞ, നിങ്ങൾക്ക് അപകടം ഉണ്ടാവും? ഞാൻ പറഞ്ഞ, ആദ്യം പാസ്റ്റർ എന്നാ വിളിച്ച കേട്ടോ. ഞാൻ പറഞ്ഞ, അത് കഴിഞ്ഞ് ഡോക്ടറെ, പെന്തക്കോസുകാർക്ക് അപകടം വന്നാൽ പെട്ടെന്ന് വിടുതലുണ്ട്, ജാതികൾക്ക് അപകടം വന്നാൽ പെട്ടെന്ന് വിടുതലില്ല, അതേ ഉള്ളു വ്യത്യാസം, അല്ല വേറെ ഒരു വ്യത്യാസം ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ അന്ന് പോവല്ലേ, ഞാൻ ആ സന്തോഷത്തിലാ പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പൊ ഡോക്ടർ പറഞ്ഞേ, നിങ്ങൾ ഈ മോശയൊക്കെ എഴുതിയതല്ലയോ കൊണ്ടു നടക്കുന്നേ? ഈ കറുത്ത പുസ്തകം പൊക്കിക്കൊണ്ട് നടന്ന് നിങ്ങൾക്കും ഒരു പ്രയോജനമില്ല, ഞങ്ങൾക്കും പ്രയോജനമില്ല, ഞാനും ഒരു കത്തോലിക്കക്കാരനാ. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറോട് ആര് പറഞ്ഞു ഇത് മോശയാ എഴുതിയതെന്ന്? ഡോക്ടറോട് ആര് പറഞ്ഞു? ഹല്ലേലൂയ. ഞങ്ങൾ പള്ളിയിലൊക്കെ ഇങ്ങനെയാ പറഞ്ഞു തരുന്നേ. അന്നേരം പ്രാർത്ഥിക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു. പ്രാർത്ഥിക്കുന്ന പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു, ഇത് ഒരിക്കലും മോശ എഴുതിയതല്ല, ഡോക്ടർ വീട്ടിൽ ചെന്നിട്ട് നോക്കണം. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 31-ന്റെ 18, 32-ന്റെ 16 അതിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, ദൈവത്തിന്റെ സ്വന്തം കൈവിരൽ കൊണ്ട് എഴുതിയ കൽപ്പനകൾ അത് കൽപ്പലകകളിലാക്കി മോശയുടെ കൈവശം കൊടുത്തയച്ചിരിക്കുന്നു. ആ കൽപ്പനകളാണ് നമ്മൾ ഇന്ന് അനുസരിച്ചു വരുന്നത്.
അതനുസരിക്കാത്തവരെ ദൈവം വിടുവിക്കത്തില്ല. സ്തോത്രം, മനസ്സിലായോ? അതാണ് ഡോക്ടറെ സംഭവം. ഇത് എവിടെയാ കിടക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 31:16, 32:18 ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. 31:18, 32:16 നിങ്ങൾ നോക്കിയാൽ മതി. ദൈവത്തിന്റെ സ്വന്തം കൈവിരൽ കൊണ്ട് എഴുതിയ കൽപ്പനകൾ അത് കൽപ്പലകകളിലാക്കി മോശയുടെ കൈവശം കൊടുത്ത് അയച്ചിരിക്കുന്നു എന്ന് വചനം എഴുതപ്പെട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ അത് വിശ്വസിക്കണം. അവിടെയാണ് പറയുന്നത്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. പിന്നെ ഡോക്ടർ വീട്ടിൽ ചെന്നിരുന്ന അന്ന് 2 ഡോക്ടർമാര് രക്ഷിക്കപ്പെട്ടു കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കളെ, നമ്മൾ ഈ ഭവനത്തിന് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ദൈവത്തിനെ കുറിച്ച് പറയുവാൻ നമ്മൾ പ്രാഗൽഭ്യമുള്ളവരായിരിക്കണം, നമ്മൾ ഉത്സാഹമുള്ളവരായിരിക്കണം. ദൈവം നമ്മൾക്ക് ചെയ്തിരിക്കുന്ന നന്മകൾ നമ്മൾ അത് പറയാമെങ്കിലുണ്ടല്ലോ അവര് വിശ്വാസത്തിലേക്ക് കടന്നു വരും. ഒരു പക്ഷെ ഇതുവരെ യേശു ആരെന്നറിയാൻ വയ്യാത്തവരായിരിക്കും. അല്ലേ? ഒരിക്കലും നിങ്ങൾ അങ്ങനെ പതറിപ്പോകരുത്. ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഞാൻ ഓർമ്മിപ്പിക്കാം. അല്ലേലിയ, അങ്ങനെ ഞാൻ മരിച്ച ഒരു വ്യക്തിയാണ്. അങ്ങനെ 3-4 മരണത്തിൽ നിന്ന് വിടുവിച്ച ഒരു ദൈവ പൈതൽ, ഒരു മകളാണ് ഇന്ന് ദൈവസന്നിധി നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത്. നമ്മൾക്കൊരു വചനം വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായം 14:7. ഹല്ലേലൂയ, സ്തോത്രം. ഇയ്യോബിന്റെ പുസ്തകം 14:7. സ്തോത്രം, ഹല്ലേലൂയ. 14:7 ഇപ്രകാരം പറയുന്നു, സ്തോത്രം. ഒരു വൃക്ഷമായിരുന്നാൽ അതിനൊരു പ്രത്യാശയുണ്ട്. സ്തോത്രം. 14:7 എടുത്തവർക്ക് വായിക്കാൻ കുഴപ്പമില്ല. ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും, അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കയില്ല. സ്തോത്രം. അതിന്റെ വേർ നിലത്ത് പഴകിയാലും അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും, ഒരു തൈ പോലെ തളിർവിടും. ദൈവമക്കളെ, ഹല്ലേലൂയ, നിങ്ങൾ ഈ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. ഈ വൃക്ഷമായിരുന്നാൽ ഒരു പ്രത്യാശയുണ്ട്. നമ്മളെ കൊണ്ട് ദൈവത്തിന് ഭയങ്കര പ്രത്യാശയുണ്ട്. നമ്മൾ പ്രത്യാശിക്കുന്നത് പോലെ ദൈവത്തിന് നമ്മളെ കൊണ്ട് ഭയങ്കര പ്രത്യാശയുണ്ട്. നമ്മൾ അത് എന്ത് ചെയ്യരുത്? ഉപേക്ഷിക്കരുത്, ഒരിക്കലും ഉപേക്ഷിക്കരുത്. നമ്മുടെ ദുഃഖത്തിലോ വേദനയിലോ കഷ്ടതയിലോ ആയിരുന്നാലും ഹല്ലേലൂയ, സങ്കീർത്തനം ഹല്ലേലൂയ 1:3 പറയുന്നത് പോലെ ഹല്ലേലൂയ, ആറ്റരികത്ത് നട്ടിരിക്കുന്നത് ഇല വാടാത്തതുമായ അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദൈവമക്കളെ, ഹല്ലേലൂയ, ഈ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം ഹല്ലേലൂയ ഒരിക്കലും ഇല വാടത്തില്ല. എന്താണെന്നറിയുമോ? ഈർപ്പം എപ്പോഴും ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കും. ഈർപ്പം എപ്പോഴും തട്ടിക്കൊണ്ടിരിക്കുന്നത് പോലെ നമ്മളിൽ എപ്പോഴും പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ നിറവിൽ ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ആർക്കൊക്കെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടോ അവരിന്ന് ദൈവസന്നിധിയിലായിരുന്ന ദൈവമക്കളെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയാ ഹല്ലേലൂയ ദൈവത്തിന്റെ ശക്തി പ്രാപിച്ചവർ. നിങ്ങൾ വെറുതെ ഇരിക്കരുത് കേട്ടോ. ഹല്ലേലൂയ, ഞാൻ ഒരു സാക്ഷ്യം കൂടി പറയാം. ഹല്ലേലൂയ, സ്തോത്രം. ഈ കഴിഞ്ഞ മാർച്ച് ഹല്ലേലൂയ, എന്നെ മദ്രാസിൽ നിന്ന് ഒരു സഹോദരി വിളിച്ചു. കാരണം വർഷങ്ങളായിട്ട് അറിയാവുന്ന സഹോദരിയാണ്. എന്നെ കെട്ടി 2-3 വയസ്സിന് മൂത്ത. എടി ലിസി എന്നേ വിളിക്കത്തുള്ളൂ. ഹല്ലേലൂയ, പെട്ടെന്ന് ഒരു ദിവസം വിളിച്ചിട്ട് ചോദിക്കുന്നു, എടി ലിസി, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്താ പറ്റി? ഹല്ലേലൂയ, സ്തോത്രം. എന്റെ കൈ ഇതിങ്ങനെ ഉരുട്ടുന്നത് പോലെ ഇരിക്കുക. ഞാൻ ബാത്റൂമിലൊന്ന് വീണു, ഈ കൈ ഉരുണ്ടുപോയി, ഇങ്ങനെ ഇരിക്കുക. ഇടത്തുകാലിന്റെ വിരലും ഇങ്ങനെ തങ്ങ് മടങ്ങിപ്പോയി, ഒന്നും ചെയ്യാൻ വയ്യ. അന്നേരം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 2 ആഴ്ച പിന്നെ മെഡിസിൻ തിന്നു, ആന്റിബയോട്ടിക് ഒക്കെ തിന്നു. എന്നിട്ടെങ്ങും ഇത് നൂരുന്നില്ല. നീ ഒന്ന് പ്രാർത്ഥിക്കുക, ഇതെന്താ സംഭവിച്ചെന്ന് നീ ഒന്ന് പറ. പ്രാർത്ഥിച്ചത്. ഞാൻ ചോദിച്ചു, സംഭവിച്ചെന്താ? തെന്നി വീണ് കാണും. നീ വെറുതെ കളിയാക്കാതെ പ്രാർത്ഥിക്കുക. പിന്നെയും പറഞ്ഞു പ്രാർത്ഥിക്കുക. ഞാൻ പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, ഹല്ലേലൂയ, ആ മാതാവിനെ ഇടിച്ച് പിശാച് ഹല്ലേലൂയ അതിനകത്തിൽ ഇടിച്ചിട്ട് എന്താണെന്ന് അറിയുമോ? അതിന് 2 ആൺമക്കളാ. ഒരു മകൻ ഹല്ലേലൂയ വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ അവന്റെ വാഹനം സ്പീഡിലായിരുന്നു. സ്പീഡിൽ ചെന്ന വാഹനം ഒരു ബുൾഡോസർ ലോറിയുടെ അടിയിലോട്ട് ചെന്ന് കയറാൻ പോകുമ്പോൾ അവന്റെ ഇടത്തെ തോളിൽ ആരോ തട്ടിയപ്പോൾ അവന്റെ കയ്യിൽ ബ്രേക്ക് കിട്ടി. ആ മരണത്തിൽ നിന്ന് ദൈവം വിടുവിച്ചു. ദൈവമക്കളെ, ഹല്ലേലൂയ, സ്തോത്രം. മരണത്തിൽ നിന്ന് വിടുവിച്ചപ്പോൾ ഇവിടെ ഭവനത്തിനകത്തളത്തിൽ മാതാവിനെ സാത്താൻ തള്ളി താഴെ ഇട്ടു. അതാണ് സംഭവം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കളെ, നമ്മളെ ഒരു മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാനോ നമ്മളെ ഒരു രോഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കാനോ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഈ മാതാവ് ഹല്ലേലൂയ, നീ ഇത് പ്രാർത്ഥിച്ച ഹല്ലേലൂയ, ഞാൻ 2 ആഴ്ച മരുന്ന് നിന്നിട്ട് മാറിയില്ല, നീ ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ദൈവത്തിനോട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? വെള്ളം പ്രാർത്ഥിച്ചു കൊടുക്കണം? വേണ്ട. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? നീ പ്രാർത്ഥിക്ക.
ദൈവത്തിനോട് ഞാൻ ചോദിച്ചു. ദൈവം പറഞ്ഞു, നീ പ്രാർത്ഥിക്ക്. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചത് ഇപ്രകാരമാണ്. ഹല്ലേലൂയ. ഞാൻ ചോദിച്ചു, സഹോദരി, ഹല്ലേലൂയ, നിനക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമില്ലേ? ഉണ്ട്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് ഇപ്രകാരമാണ്. അഭിഷേകം, ഹല്ലേലൂയ, ആരോട് സംസാരിക്കാൻ പോകരുത്, ഹല്ലേലൂയ, ഒന്നും പോകരുത്. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അഭിഷേകത്തോടെ ആ കൈ ഇടത്തുകാലും തിരുമ്മാൻ പറഞ്ഞു. തന്നെ സ്വന്തം കൈ കൊണ്ട്, വലതു കൈ കൊണ്ട് ഇടതു കൈയും ഇടതുകാലും തിരുമ്മി. ഹല്ലേലൂയ, സ്തോത്രം. നീ അങ്ങനെ തിരുമാൻ പറഞ്ഞു. ദൈവമക്കളെ, നിങ്ങൾക്ക് കേൾക്കണമോ? ഹല്ലേലൂയ. അരമണിക്കൂർ അങ്ങനെ ചെയ്തു. പക്ഷെ പിറ്റേ ദിവസം രാവിലെ 9 മണിയായപ്പോൾ വീഡിയോ സഹിതം എന്നെ വിളിച്ചു കാണിച്ചു. ഹല്ലേലൂയ. എഡിഡിസി, എന്റെ കൈയും കാലും നൂർന്നു. എന്റെ അപ്പൻ എന്നെ നിവർത്തി എന്ന് പറഞ്ഞു കാണിക്കുവാൻ ഇടയായി തീർന്നു. ദൈവമക്കളെ, നമ്മളിൽ കിട്ടിയിരിക്കുന്ന അഭിഷേകം ചില്ലറയൊന്നും അല്ല, വെറുതെയല്ല കേട്ടോ. നമ്മുടെ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവെന്ന ആചാരം നമ്മുടെ മേലുണ്ട്. ആ മുദ്ര നമ്മുടെ മേൽ ഉള്ളത് കൊണ്ടാ ദൈവമക്കളെ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിടുതൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പലരും കളിയാക്കും. പക്ഷെ ആ കളിയാക്കലിനൊന്നും നിങ്ങൾ വിട്ടുകൊടുക്കരുത്. ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് ഹല്ലേലൂയ, ഈ കളിയാക്കലൊന്നും ഒരു കളിയാക്കലല്ല. നിനക്ക് നന്മ വരുമ്പോ നിന്റെ നന്മയെ തടുക്കുവാൻ തക്കവണ്ണം ചില പൈശാചിക ശക്തികൾ എഴുന്നേറ്റ് വരും. അതിനൊന്നിനും നീ ഇടം കൊടുക്കാതെ വചനം പറയുന്നത് പോലെ പിശാചിന്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാത്തവരല്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഒരു മരണം നീങ്ങി അടുത്ത മരണത്തിന് പിശാച് തള്ളി താഴെ ഇടുമ്പോൾ അവിടെ നിന്നും വിടുവിക്കുവാൻ കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആ ദാസിയുടെ മേൽ ഉണ്ടായിരുന്നത് കൊണ്ട് അഭിഷേകത്തിന്റെ നിറവിൽ കൈ പൊളിച്ചപ്പോൾ ഹല്ലേലൂയ, അവിടെയും ദൈവം വിടുവിച്ച ഒരു സർവശക്തനായ ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളുക. ഒരു വൃക്ഷമായിരുന്നാൽ അതിനൊരു പ്രത്യാശയുണ്ട്. അത് വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളർക്കും. ഹല്ലേലൂയ. ലിസി, ദാനിയേൽ, ഹല്ലേലൂയ, ദൈവദാസിയെ പ്രാർത്ഥിച്ചു കൊള്ളുക. ഒരു വൃക്ഷമായിരുന്നാൽ അതിനൊരു പ്രത്യാശയുണ്ട്. നിന്നിലൂടെ ചെയ്തെടുക്കാത്ത ചില ദൈവപ്രവർത്തികൾ നിന്റെ തലമുറയിലൂടെ, നിന്റെ ബന്ധുക്കാരിലൂടെ ദൈവം ചെയ്യിച്ചെടുക്കും. ഹല്ലേലൂയ. ദൈവദാസിയെ, വചനം പറയുന്നതാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, ദൈവം നിന്റെ നാവിനെ തുറന്നു തന്നിട്ട് നീ മറ്റുള്ളവരുടെ മുൻപിൽ വചനം പറയുമ്പോൾ നിനക്ക് ചില വചന വെളിപ്പാടുകളെ തന്നെ ചിലരെ വിശ്വാസ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം നിന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുക. അതിശക്തമായിട്ട് പ്രാർത്ഥിച്ചു കൊള്ളുവാൻ ദൂതോർമ്മിപ്പിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. ഒരു വൃക്ഷം വെട്ടിയാൽ അത് പിന്നെയും പൊട്ടിക്കിളർക്കും. ഹല്ലേലൂയ. ജയ രവി സിസ്റ്ററെ പ്രാർത്ഥിച്ചു. ഒരു വൃക്ഷം വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളർക്കും. ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ നിറവിലായിരുന്നാൽ നമ്മളിലൂടെ ചില ദൈവപ്രവർത്തികൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ, ഹല്ലേലൂയ, സ്തോത്രം, ദൂത് വിട്ടുകളയരുത്. ശക്തമായിട്ട് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. രക്തത്താലെ ജയമെടുക്കുന്നു. ജെസ്സി ജോബി, ഹല്ലേലൂയ, ദേവദാസിയെ പ്രാർത്ഥിച്ചു. നിന്നിലുള്ള അഭിഷേകത്തെ ഇരട്ടി അഭിഷേകമാക്കി. ഹല്ലേലൂയ. സ്തോത്രം. ഒരു ഏലിയാവിന്റെ പുറകിൽ നടന്ന ഏലീശായെ പോലെ നിനക്ക് ഇരട്ടി അഭിഷേകം തന്നത്. ഒരാൾ ചെയ്യുന്ന ശുശ്രൂഷ കണ്ടിട്ട് എനിക്ക് ഇതിനേക്കാളും വലിയ ശുശ്രൂഷ ചെയ്യണമെന്ന് ദൈവത്തോട് ചോദിച്ചു കൊണ്ടിരിക്കുക. ശരിയല്ലേ ഞാൻ പറഞ്ഞേ? ഹല്ലേലൂയ. സ്തോത്രം. അതിനു വേണ്ടി ദൈവദാസിയെ, ജെസ്സി ജോബി സിസ്റ്ററെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് ഒരു കൈമാറ്റം സംഭവിക്കുന്നുണ്ട്. അത് റിസീവ് ചെയ്ത് പ്രാർത്ഥിച്ചു കൊള്ളുക. ദൂത് ഓർമ്മിപ്പിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ അഭിഷേകത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ മറ്റുള്ളവർ ഹല്ലേലൂയ വിടുതൽ പ്രാപിക്കുവാൻ ദൈവം നിന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നെന്ന് ദൂതോർമ്മിപ്പിക്കുകയാണ്. സ്തോത്രം. പ്രീത സിസ്റ്റർ, ഹല്ലേലൂയ, സ്തോത്രം, നല്ലതുപോലെ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. നിന്നെ ഞാനൊരു പ്രാർത്ഥനാ ജീവിയാക്കി, നിന്നെ ഒരു പ്രാർത്ഥനാ മകളാക്കി. ഹല്ലേലൂയ. സ്തോത്രം. മറ്റുള്ളവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ അടച്ചു വെച്ചിരിക്കുന്ന വാതിലുകളെ പോലും തുറന്ന്, വചനം പറയുന്നത് പോലെ, ഞാൻ തുറന്നാൽ ആരടയ്ക്കും? യെശയ്യാ 22:22 പറയുന്നത് പോലെ, ഞാൻ അടച്ചാൽ ആര് തുറക്കും? ഞാൻ തുറന്നാൽ ആരടയ്ക്കും? കർത്താവ് അടച്ചാൽ പിന്നെ തുറക്കുവാനോ, കർത്താവ് തുറന്നാൽ അടയ്ക്കുവാനോ ആരെ കൊണ്ട് സാധ്യമല്ല. ദൈവദാസിയെ, ഹല്ലേലൂയ, പ്രീതാസിസേ, ദൈവദാസിയെ, ദൈവത്തിന്റെ ആത്മാവാലോചന കൈമാറുന്നത് ഇപ്രകാരമാണ്. നിന്റെ പ്രാർത്ഥനയ്ക്ക് സഖര്യാവിനോട് ദൂതം പറഞ്ഞതുപോലെ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രഹസ്യവും പരസ്യവുമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ ഈ വരും ദിവസങ്ങളിൽ ദൈവം നിനക്ക് മറുപടി തന്ന് ധാരാളമായി നിന്നെ അനുഗ്രഹിക്കുമെന്ന്
ദൈവനാമത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. രക്തത്താലെ ജയമെടുക്കും. ഇലവാടാത്ത വൃക്ഷം പോലെ, ഹല്ലേലൂയ, സ്തോത്രം, കായ്ക്കുന്ന വൃക്ഷം പോലെ ആയിരുന്നാൽ നിങ്ങൾ പ്രതിഫലമുള്ളവരായി തീരും. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ പ്രതിഫലമുള്ളവരായി തീരും. ദൈവനാമത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുക ദൈവദാസിമാരെ. ഹല്ലേലൂയ. യോഹന്നാൻ 3:30 പറയുന്നു, അവൻ വളരണം, ഞാനോ കുറയണം. ദൈവമക്കളെ, നമ്മൾ എപ്പോഴും ദൈവസന്നിധിയിലായിരുന്നാൽ നമ്മളെ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അവിടെ വളരേണ്ടത് കർത്താവാ. നീ നിന്നെ തന്നെ പൊക്കി കാണിക്കല്ലേ. ഹല്ലേലൂയ. ഞാനത് ചെയ്തെടുത്ത അല്ല, നീയല്ല, നിന്നിൽ ഉരുവായിരിക്കുന്ന സർവശക്തന്റെ കൃപയാത്. ഹല്ലേലൂയ. ദൈവം നിനക്ക് തന്നിരിക്കുന്ന കൃപ നഷ്ടപ്പെടുത്തരുത്. ഹല്ലേലൂയ. നീ ദൈവത്തിന് വേണ്ടി അത് പ്രയോജനപ്പെടുത്തിയില്ല എങ്കിൽ, ഹല്ലേലൂയ, ലില്ലിക്കുട്ടി സിസ്റ്റർ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവാലോചന കൈമാറുന്നത് ഇപ്രകാരമാണ്. ദൈവത്തിന് വേണ്ടി നീ പ്രയോജനപ്പെടേണ്ട ദാസിയാണ്. പ്രായം ദൈവത്തിന് ഒരു പ്രശ്നമല്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഒരു വാക്ക് മതി കേട്ടോ. ഹല്ലേലൂയ. കർത്താവ് എന്തോ പറഞ്ഞു? ഒരു വാക്ക് മതി. ഹല്ലേലൂയ. ആ വാക്കിൽ കൂടി പലരും മാനസാന്തരപ്പെടുവാൻ, നിന്റെ വായിൽ നിന്ന് കേൾക്കുന്ന വചനം കേൾക്കുമ്പോൾ തന്നെ മാനസാന്തരപ്പെടുവാൻ, ഹല്ലേലൂയ, ദൈവം സഹായിക്കും. വായുടെ അധരങ്ങളെ തുറന്ന് ജീവനും ചൈതന്യമുള്ള വചനത്തെ ഘോഷിക്കുമ്പോൾ തന്നെ അത് കേൾക്കുന്നവർ മാനസാന്തരപ്പെടും. ദൈവദാസിയെ, ഹല്ലേലൂയ, ദൈവം ദൂതോർമ്മിപ്പിക്കാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു കൊള്ളുക. റബൽ കടകരികമനഹസ്തുന, ഹല്ലേലൂയ, സിമി മാത്യു, ഹല്ലേലൂയ, ദൈവദാസിയെ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ, ഹല്ലേലൂയ, ദൈവം ഇപ്രകാരമാണ് അരുളി ചെയ്യുന്നത്. ഞാൻ നിനക്ക് ചില കൃപാവരങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷേ, ഹല്ലേലൂയ, നീ അത് കാര്യമാക്കാതെ, ഹല്ലേലൂയ, വിളക്ക് കത്തിച്ചാരും പറയും കീഴെ വെക്കത്തില്ല. അത് തണ്ടിന്മേൽ വെക്കുന്ന വിളക്കായി ശോഭിക്കുവാൻ, മറ്റുള്ളവർക്ക് വെളിച്ചം പ്രകാശിക്കുവാൻ സിമ്മി മാത്യു സിസ്റ്റർ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. വിളക്ക് കത്തി പറയും കീഴെയല്ല, തണ്ടിന്മേൽ ശോഭിക്കുന്ന വിളക്കാക്കി തീർക്കുവാൻ, നിന്നിൽ ദൈവം തന്നിരിക്കുന്ന കൃപാവരങ്ങളെ ശോഭിപ്പിക്കുവാൻ നിനക്കൊരു ശുശ്രൂഷ ദൈവം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. രോഗശാന്തി വരെ ശുശ്രൂഷ തന്നിട്ടുണ്ട്. ഇതുവരെ ആരെങ്കിലും ദൂത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ദൈവദാസി പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ അത് ഇതുവരെ നടന്നിട്ടില്ല എന്ന് ചിന്തിക്കുന്നു. പക്ഷെ നടന്നിട്ടുണ്ട്. ദൈവദാസിയോട് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ നിന്നിലൂടെ ചില ദൈവപ്രവർത്തികൾ, ഹല്ലേലൂയ, സ്തോത്രം, കൃപാവരങ്ങൾ ദൈവദാസിയിലൂടെ ദൈവം ചെയ്തെടുക്കും. അതിശക്തമായിട്ട് പ്രാർത്ഥിച്ചു കൊള്ളുക. ഹല്ലേലൂയ. ആർക്കും ഇല്ലാത്ത ഒരു കൃപാവരം, ഹല്ലേലൂയ, എല്ലാവർക്കും ഉണ്ട്. പക്ഷെ, ഹല്ലേലൂയ, ചെയ്യുന്ന ജോലികൾ ആർക്കും അറിയത്തില്ല. ഞാനിത് ചെയ്യുമോ, ഞാനിത് ചെയ്യുമോ? ഹല്ലേലൂയ. നിങ്ങൾ വാഗ്ദത്തം പറയുമ്പോൾ, പ്രവചനം പറയുമ്പോൾ നിങ്ങൾ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. പോസ്ക് പറയാൻ ദൈവം മനുഷ്യനല്ലല്ലോ ദൈവദാസിയെ. ഹല്ലേലൂയ, സ്തോത്രം. ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഈ വരും ദിവസങ്ങളിൽ ദൈവത്തിന്റെ ശക്തി നിന്നിൽ നിന്ന് പുറപ്പെട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഘോഷിക്കുവാൻ, മറ്റുള്ളവർ അത് കേട്ട് രോഗസൗഖ്യം പ്രാപിച്ച് വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം നിന്നെ എടുത്ത് പ്രയോജനപ്പെടുത്തും. അതിശക്തമായിട്ട് ദൂത് ഓർമ്മിപ്പിക്കുക. ഹല്ലേലൂയ. ഇത് വിട്ടുകളയരുത്. മറ്റുള്ളവരുടെ വിടുതലിന് വേണ്ടിയാണ് ഞാൻ നിനക്കത് തന്നിരിക്കുന്നെന്ന് ദൈവം ദൂത് ഓർമ്മിപ്പിക്കുക. നിന്റെ സ്വന്തം ഇഷ്ടത്തിനല്ല, നിന്റെ സ്വന്തം ആവശ്യത്തിനല്ല. കരഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുവാൻ ദൈവം നിന്നിലൂടെ ദൈവം പ്രവർത്തിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവാലോചന കൈമാറുക. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് അതൊരു വീണ്ടെടുപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുക. റബൽ ഘടകരികമനഹസ്തുന രീപാലഗന്ധനെ ജിഗാമന വിരിഗന്ധനെ. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്. ഹല്ലേലൂയ. ഒരു മരം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ പറയുന്നത് ഇപ്രകാരമാണ്. ഒരു മരം ഉണ്ടായിരുന്നു. കർത്താവ് ഫലം തിന്നാനായിട്ട് നോക്കി ചെന്നപ്പോൾ, ഹല്ലേലൂയ, അവിടെ എന്താ പറയുന്നത്? പിറ്റേന്ന് അവൾ ബഥാന്യ വിട്ടു പോരുമ്പോൾ അത്തിവൃക്ഷം ദൂരത്തു നിന്ന് കണ്ടു. അതിൽ വെള്ളം കണ്ടു കിട്ടും, വല്ലതും കണ്ടു കിട്ടുമോ എന്ന് ചെന്നു. പക്ഷെ അതിനടുക്കെ ചെന്നപ്പോൾ ഒന്നും കിട്ടിയില്ല. ഒന്നും കിട്ടാതിരുന്നപ്പോൾ ഇവിടെ പറയുന്നത് ഇപ്രകാരമാണ്. അതിനരികെ എത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലാഞ്ഞിട്ടും അവൻ അതിനോട്, ഇനി നിങ്ങൾ നിന്ന് എന്നേക്കും ഫലം തിന്നാതിരിക്കട്ടെ. അതാ ദൈവമക്കളെ പറഞ്ഞത്. നിങ്ങൾ തരുന്ന ദൂത് അന്നേരം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം കേട്ടോ. ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചില്ലെങ്കിൽ അത് വേറെ വല്ലവർക്കും പോകും. ഞാൻ അതാ പറഞ്ഞത്. നമുക്ക് തരുന്ന ദൂതുണ്ടല്ലോ, അന്നേരം പിടിച്ചു വാങ്ങിച്ചോണം. ഹല്ലേലൂയ. പിടിച്ചു വാങ്ങിച്ചു വെച്ചിരുന്ന് പ്രാർത്ഥിക്കണം.
ഒരിക്കലും അത് വിട്ടുകളയരുത്. ഹല്ലേലൂയ, സ്തോത്രം. രക്തത്താൽ ജയമെടുക്കുക. ഇതിൽ നിങ്ങൾ ആയിരിക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങൾക്ക് വേണ്ട ദൂത് നിങ്ങൾ പേര് പറഞ്ഞില്ലെങ്കിലും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്നല്ല പറയണ്ടേ, ഞാനിത് ചെയ്യും. ഏലിയാവിന്റെ പുറകിന് നടന്ന ഏലിശായെ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഹല്ലേലൂയ, ഏലിശ എന്താ ചെയ്തത്? ഏലിയാവ് പറഞ്ഞു, നീ ഇവിടെ ഇരി, ഞാൻ പോവുക. ഹല്ലേലൂയ, എവിടെ 3 സ്ഥലത്തിന്റെ പേര് പറയുന്നുണ്ട് അവിടെ. എന്നിട്ടും ഏലിശ വിട്ടോ? ഏലിശ വിട്ടില്ല. ഹല്ലേലൂയ, പിന്നെയും പുറകിന് പോവുക. അവിടെ ചെന്നപ്പോഴും പിന്നെയും പറയുന്നെന്താ? നീ ഇവിടെ ഇരി, ഞാൻ പോവുക. ഹല്ലേലൂയ, നീ ഇവിടെ ഇരി. അങ്ങനെ 3 പ്രാവശ്യം പറയുന്നുണ്ട്. 3 പ്രാവശ്യം പറഞ്ഞിട്ട് ഇപ്രകാരമാണ് പറയുന്നത്. ഹല്ലേലൂയ, ആദ്യം പറഞ്ഞത് ഗിൽഗാല്, പിന്നെ പറഞ്ഞത് ബഥേല്, പിന്നെ എരീഹോ. 3 സ്ഥലങ്ങളിലും വെച്ച് പറയുന്നുണ്ട്, നീ ഇവിടെ ഇരി. ഹല്ലേലൂയ, ഇരുന്നില്ല. ഹല്ലേലൂയ, ഏലിയാവിന്റെ പുറകിന് പോയി. യോർദാൻ നദി കടന്നു കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോഴാണ് പറയുന്നത്, ഞാൻ എടുക്കപ്പെടുന്നതിന് മുമ്പ് നിനക്ക് എന്ത് ചെയ്തു തരണം. ചിലർ ഇങ്ങനെയാ കേട്ടോ, എന്ത് വേണമെന്നുണ്ടോ ചോദിച്ചോ, ഞാൻ തരാമെന്ന് പറഞ്ഞാലും തക്ക സമയത്ത് തരത്തില്ല. അത് കഴിഞ്ഞിട്ടായിരിക്കും. എന്താണെന്നറിയാമോ? നമുക്ക് സഹനശക്തി ഉണ്ടോ ഇല്ലയോ എന്ന് ദൈവം ഒന്ന് പരീക്ഷിക്കും. പക്ഷെ ദൈവം പരീക്ഷിക്കുന്ന ദൈവമല്ല. യാക്കോബ് 1:12 പറയുന്നത്, പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നെന്ന് ആരും പറയരുത്. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഞാൻ പറയുകയാണ്, കർത്താവ് ഒരിക്കലും പരീക്ഷിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ, പുതിയ നിയമകാലത്തിൽ അങ്ങനെയാണ്. കർത്താവ് ഒരിക്കലും നമ്മളെ പരീക്ഷിക്കത്തില്ല. പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ഏലിയാവിന്റെ പുറകിൽ നടന്ന ഏലിശായോട് ഏലിയാവ് യോർദാൻ നദി കടന്നു കഴിഞ്ഞപ്പോൾ ചോദിക്കുന്നത്, ഞാൻ എടുത്തുകൊള്ളപ്പെടുന്നതിന് മുമ്പ് നിനക്ക് ഞാൻ എന്തു ചെയ്തു തരണം? ഞാനൊന്ന് ചോദിച്ചോട്ടെ. അതിന് ഹല്ലേലൂയ, അതിന്റെ മുൻപിൽ പറയുന്നത് ഇപ്രകാരമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതിന് മുൻപായിട്ട് എങ്ങും പറഞ്ഞിട്ടില്ല ഞാൻ എടുക്കാൻ പോകണം പറഞ്ഞോ? ഇല്ല. പക്ഷെ തന്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. നിന്റെ ഗുരു പോകാൻ പോവാ, നീ എന്തോ ചെയ്യുമെന്നൊക്കെ ചോദിച്ച് കളിയാക്കുന്ന സംഭവമുണ്ട്. ഞാൻ അതെല്ലാം വിടുക, എന്റെ സമയം പോയതുകൊണ്ട് ഞാൻ വിടുകയാണ്. ഹല്ലേലൂയ, ഈ ഏലിശ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട്, നിന്റെ ഇരട്ടി പങ്ക്. ദൈവദാസിമാരെ, നിങ്ങൾ ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, എനിക്കൊരു ഇരട്ടി പങ്ക് വേണം. ഹല്ലേലൂയ, എനിക്കേറ്റ ശുശ്രൂഷ ചെയ്യണം. റബൽ ഘടക രിജമന ഹസ്തുന. ഹല്ലേലൂയ, ജെയിൻ വിൽസൺ സിസ്റ്റർ പ്രാർത്ഥിച്ചു, എനിക്ക് ഇരട്ടി പങ്ക് വേണം, ഒരു അഭിഷേകത്തിന്റെ നിറവ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവദാസിമാരെ, എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ, ഒരു അഭിഷേകത്തിന്റെ നിറവ്. പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ഒരു അഭിഷേകത്തിന്റെ നിറവ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം ഇപ്പം കൈമാറ്റം ചെയ്തിട്ടുണ്ട്. അത് റിസീവ് ചെയ്ത് പ്രാർത്ഥിച്ചു. ദൈവദാസി ലിസീസ്, ഹല്ലേലൂയ, ലിസീസ് പ്രാർത്ഥിച്ചു. ഒരു അഭിഷേകത്തിന്റെ നിറവ്. ഇപ്പോൾ തന്നെ ഒരു കൈമാറ്റം. ദൈവദാസിമാരെ, നിങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളുക. ഏലിയാവ് ചെയ്തതിനെക്കാട്ടിലും ഇരട്ടി ശുശ്രൂഷ എനിക്ക് ചെയ്യണമെന്ന് ആരാണോ ഇന്ന് ശക്തിയോടെ ആഗ്രഹത്തോടെ ഇന്ന് പ്രാർത്ഥിക്കുന്നു, ഇന്ന് അവർക്കൊരു വിടുതല. അതിശക്തമായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു, എനിക്ക് ഇരട്ടി അഭിഷേകം വേണം. ഒരു ഏലിയാവ് ചെയ്ത ശുശ്രൂഷയെക്കാളും ഇരട്ടി ശുശ്രൂഷ എനിക്ക് ചെയ്യണം. അതുകൊണ്ടല്ലേ അവൻ ചോദിച്ചത്, എനിക്ക് ഇരട്ടി അഭിഷേകം വേണം, ഇരട്ടി അനുഗ്രഹം വേണമെന്ന് ചോദിച്ചപ്പോൾ. ഹല്ലേലൂയ, നീ ഇത് ഞാൻ എടുക്കപ്പെടുന്ന നീ കാണുകയാണെന്നുണ്ടെങ്കിൽ സത്യമാ. ഹല്ലേലൂയ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ, തേരും തേരാളിയുമായി ഉള്ളവേ എന്ന് ചൊല്ലി ഹല്ലേലൂയ മുകളിലോട്ട് പോകുമ്പോൾ ആ കറുത്ത പുതപ്പ് ഹല്ലേലൂയ വീണ ഏലീശ ഇരട്ടി അനുഗ്രഹം പ്രാപിച്ചതുപോലെ ദൈവദാസിമാരെ, ദൂത ഏറ്റെടുത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളുക. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ ഓരോരുത്തരും ഹല്ലേലൂയ. ബേബാസിനോട് ദൈവത്തിന്റെ ആത്മാവ് പിന്നെ ദൂത് പറയുന്നത്, ഇതിനകത്തിൽ നിന്ന് അനേകം ഹല്ലേലൂയ ശുശ്രൂഷക്കാരത്തികളെ ദൈവം ഒരുക്കി വെളിയിൽ ഇറക്കും. ഹല്ലേലൂയ, ദൈവം ശുശ്രൂഷക്കാരത്തികളെ വെളിയിൽ ഒരുക്കി ഇറക്കും കേട്ടോ. പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ, സ്തോത്രം. എനിക്കും ആ ശുശ്രൂഷ ചെയ്യണം, എനിക്ക് ആ ജോലി ചെയ്യണം, എനിക്ക് അപ്പന്റെ വേല ചെയ്യണം. ഇന്ന് ആരാണോ ഹല്ലേലൂയ ആ പ്രാർത്ഥിക്കുന്നത്, അവർക്കിന്നൊരു വിടുതല. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ആലോചന കേട്ടിട്ടും വിടുതലില്ലാതെ പലപ്പോഴും ദൈവത്തിനോട് ചോദിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ആലോചന കേട്ടിട്ട് കുറെ നാളായല്ലോ കർത്താവേ, ഇതുവരെ ഒന്നും നടന്നില്ലല്ലോ എന്ന് ചോദിക്കുവാൻ നമ്മൾക്ക് അവകാശമില്ല. നമ്മളെ സൃഷ്ടിച്ചവനും മനഞ്ഞവനും ഉരുവാക്കിയവനുമായ സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനാ. സ്തോത്രം. നിങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. വാക്ക് പറഞ്ഞ ദൈവം വിശ്വസ്തനാ. ദൈവമക്കളെ, ഹല്ലേലൂയ. എന്താണെന്നറിയുമോ? നമ്മൾ വിശ്വസ്തയോടെ ഇരിക്കുന്നത് കൊണ്ട്
ദൈവം നമ്മൾക്ക് വിശ്വസ്തനാകുന്നു. സ്വതന്ത്രം ദൈവമക്കളെ, ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. എന്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞു തീർന്നില്ല. അല്ലേലൂയ. ഞാൻ പറയാൻ വന്ന ഹല്ലേലൂയ സ്തോത്രം വചനങ്ങൾ പോലും പറയുവാൻ എനിക്ക് സമയം കിട്ടിയില്ല. ദൈവമക്കളെ, നിങ്ങൾ ക്ഷമിക്കണം. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും പറഞ്ഞ ദൂത് നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അവിടെ നിങ്ങൾക്ക് ദൈവം വിടുതൽ തന്ന്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 22 യോസേഫിനെ പറ്റി പറയുന്നുണ്ട്. യോസേഫ് ഹല്ലേലൂയ പടർന്നു നിൽക്കുന്ന, ഹല്ലേലൂയ സ്തോത്രം, വള്ളി പോലെ പടർന്നു നിൽക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യോസേഫ് ഫലപ്രദമായ ഒരു വൃക്ഷം. യോസേഫിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, സഹോദരങ്ങളെ തള്ളപ്പെട്ട, സഹോദരങ്ങൾ പൊട്ടക്കിണറ്റിൽ ഉപേക്ഷിച്ചിട്ട് ദൈവദാസിമാരെ, ഈ യോസേഫ് പൊട്ടക്കിണറ്റിൽ കീടുകടന്നിട്ട് താഴോട്ട് നോക്കി കിടന്നില്ല. മറിച്ച് എവിടോട്ടാ നോക്കിയെന്നറിയുമോ? മുകളിലോട്ടാ നോക്കിയേ. എവിടെയാ? സർവശക്തനായ ദൈവത്തിന്റെ മുഖത്തോട്ട് നോക്കുന്നവർ ഇതുവരെ ആരും ലജ്ജിച്ചു പോയിട്ട് ചരിത്രമില്ല. വചനം പറയുന്നത് പോലെ, ഞാൻ എന്റെ കണ്ണുകളെ നിന്റെ പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു, എന്നെ സഹായിക്കുന്നവൻ എവിടെ നിന്ന് വരും? എന്റെ സഹായ ആകാശവും ഭൂമി ഉരുവാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു എന്ന് വചനം പറയുന്നത് പോലെ, പൊട്ടക്കിണറ്റിൽ കിടന്ന യോസേഫ് മുകളിലോട്ടാ നോക്കിയത്. ദൈവമക്കളെ, അവൻ പൊട്ടക്കിണറ്റിൽ കിടന്നിട്ട് അവിടുന്നും കൊണ്ടുപോയിട്ട് എവിടെ? തടവറയിൽ കിടത്തിയിട്ട് അവിടെയും 2 വർഷം കടന്നു. പക്ഷെ അവിടെ കിടന്നു കഴിഞ്ഞിട്ട് ദൈവം അവിടെ നിന്ന് ഹല്ലേലൂയ ഫറവോന്റെ കയ്യിൽ കിടന്ന മുദ്രമോതിരം ഊരി ഹല്ലേലൂയ യോസേഫിന് സമ്മാനിച്ചു. അവനെ ഒരു മുഖ്യമന്ത്രിയാക്കി, അവനെ ഒരു ഭക്ഷ്യമന്ത്രിയാക്കി ദൈവം അവിടെ രൂപീകരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ദൈവദാസിമാരെ, ഹല്ലേലൂയ സ്തോത്രം, ദാസിമാരെ പ്രാർത്ഥിച്ചു കൊള്ളുക. ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ ഈ ഗ്രൂപ്പിന് വേണ്ടി ഹല്ലേലൂയ ദൂതോർമ്മിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: ഒരു യോസേഫിനെ പോലെ പൊട്ടക്കിണറ്റിൽ കിടന്നാലും അവിടെ നിന്നും ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ച്, കാരാഗൃഹത്തിൽ കിടന്നാലും അവിടെ നിന്നും ദൈവം വെളിയിൽ കൊണ്ടുവരും. ഈ സമയം ഹല്ലേലൂയ അല്പകാലത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചുവെങ്കിലും മഹാകരുണയോടെ ചേർത്തുകൊള്ളുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. നമ്മൾ ഏത് കഷ്ടം അനുഭവിച്ചാലും അവിടെ നിന്ന് നമ്മളെ ഉരുവാക്കി മെനഞ്ഞ് ശക്തീകരിച്ച് ദൈവത്തിന്റെ വേലയ്ക്കായി നിങ്ങളെ എല്ലാവരെയും ഒരുക്കി ശക്തീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഹല്ലേലൂയ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ദൈവദാസിമാരെ, ഹല്ലേലൂയ, നിങ്ങൾ ഹല്ലേലൂയ പറഞ്ഞിരിക്കുന്ന ദൂതുകള്, ആലോചനകള് നിങ്ങൾ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. ഒരിക്കലും വിട്ടുകളയരുത്. സ്തോത്രം. പറയാൻ എന്താണെന്നറിയുമോ? ഞാൻ പറയാം. എനിക്ക് 1993 ഞാൻ സ്നാനപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ഒരു ദിവസം രാത്രിയില് ദൈവം എനിക്കൊരു വെളിപ്പാട് തന്നതാണ്. അത് ഇപ്പോഴും ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട്. സ്തോത്രം. നിങ്ങളോട് പറയാൻ യെശയ്യാവ് 55:5 അതിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: ഹല്ലേലൂയ, നീ അറിയാത്ത ഒരു ജാതിയെ നീ വിളിക്കും. ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ നിങ്ങളെ ആരെ എനിക്കറിയത്തില്ല. ഹല്ലേലൂയ, സിംഗപ്പൂരിലിരിക്കുന്ന ഫേബ സിസ്റ്ററിനെ നേരിട്ട് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ, ഓരോ സിസ്റ്റർമാരിനെ എനിക്കറിയത്തില്ല. പക്ഷെ നമ്മുടെ സർവശക്തനായ ദൈവത്തിനറിയാം. നമ്മൾ വിളിക്കുന്നത് ഏക ആത്മാവിനെയാ. ഹല്ലേലൂയ, സത്യ ഏക ആത്മാവിനെയാണ് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഈ പരിശുദ്ധ നിമിത്തം, ദൈവ നിമിത്തം നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ മറ്റുള്ളവർ വന്ന് എന്ത് ചെയ്യുന്നു? വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് ഞാൻ നിങ്ങളോട് എന്താ ഞാൻ പറഞ്ഞെന്ന് ചോദിച്ചാൽ, നമ്മൾക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം, നമ്മൾക്ക് തന്നിരിക്കുന്ന ഹല്ലേലൂയ വചനങ്ങളുണ്ടല്ലോ, ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ദൈവം നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഹല്ലേലൂയ, ഞാൻ 2021 ദൈവം എനിക്കൊരു സ്വപ്നത്തിൽ ഒരു വചനം തന്നത് ഇപ്രകാരമാണ്. ഹല്ലേലൂയ, യെഹെസ്കേലിന്റെ പുസ്തകം 3-ാം അധ്യായം 4-ാമത്തെ വചനം. അവിടെ ഇപ്രകാരമാണ് എഴുതി വെച്ചിരിക്കുന്നത്: നീ ഇസ്രായേൽ ഗൃഹത്തിന്റെ അടുക്കൽ ചെന്ന് എന്റെ വചനങ്ങളെ അവരോട് പ്രസ്താവിക്കണം. ഹല്ലേലൂയ, നമ്മൾ വചനങ്ങളെ പ്രസ്താവിക്കുവാൻ നമ്മൾ മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ വിടുവിക്കുന്ന ദൈവം. ദൈവമക്കളെ, ഞാൻ അന്ന് കണ്ട സ്വപ്നം ഇന്നും വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പോർക്ക് പറയാൻ ദൈവം മനുഷ്യനല്ല. നമ്മൾക്ക് തന്നിരിക്കുന്ന വചനങ്ങളും നമ്മൾക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളും പ്രവചനങ്ങളും നമ്മൾ എഴുതി വെച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് മറുപടി തന്ന് നമ്മളെ മാനിക്കുന്ന ഒരു ദൈവം. സ്തോത്രം. ദൈവമക്കളെ, ഹല്ലേലൂയ, വചനം ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ, നിങ്ങൾ എനിക്ക് വേണ്ടി ഹല്ലേലൂയ എന്നെ ഇതിലേക്ക് ക്ഷണിച്ച ദൈവദാസിക്കും
അല്ലേലും എന്നെ ഇത്രയും നേരം ക്ഷമയോടെ അല്ലേലും സകല ശക്തിയോടെ ദൈവത്തിന്റെ വചനങ്ങളും സാക്ഷ്യങ്ങളും കേൾക്കുവാൻ നിങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നതിനായി ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങളാണ് എന്നെ ഇന്ന് ജീവനോടെ ഹല്ലേലൂയ ദൈവം ഇരുത്തിയിരിക്കുന്ന. സഹായം എന്ന് പറയുമ്പോൾ പ്രാർത്ഥന, ഹല്ലേലൂയ ഒരു പ്രാർത്ഥന മറ്റുള്ളവരെ ഹല്ലേലൂയ യാക്കോബിന്റെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ ഹല്ലേലൂയ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച ദീനക്കാരന് സൗഖ്യം വരും. ഹല്ലേലൂയ സ്തോത്രം. യാക്കോബിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലാണ് അത് പറയുന്നത്. സ്തോത്രം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥനയാണ് മറ്റുള്ളവരെ വിടുവിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന എനിക്ക് വേണ്ടി, എന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയും ഹല്ലേലൂയ ഞാൻ ചോദിച്ചുകൊണ്ട് ദൈവസന്നിധി ഞാൻ ഇരുന്നു കൊള്ളുന്നു. നിങ്ങൾ എന്നെ കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഇനിയും എന്നെ ദൈവദാസി ക്ഷണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ ഞാൻ എന്റെ സാക്ഷ്യം ഒന്നും തീർന്നില്ല. ആകെ 1-2 സാക്ഷിയെ പറഞ്ഞുള്ളൂ. ഇനി ഒത്തിരി ഉണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടാഞ്ഞത് കൊണ്ടാണ് ഞാൻ പറയാഞ്ഞത്. ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്നു കൊള്ളുന്നു. ദൈവദാസിയോട് നന്ദി അറിയിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിലയേറിയ ദാസിക്ക് ഹല്ലേലൂയ കർത്തൃനാമത്തിൽ ഹല്ലേലൂയ നന്ദി അറിയിക്കുന്നു. ഹല്ലേലൂയ. ദൈവം പകർന്ന അഭിഷേകം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യം